بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ ഉറച്ചു നിന്ന് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിക്കുവാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അവസാന സമയം വരെയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും കർമ്മരംഗത്ത് നിരതനായിരിക്കെ നെറ്റിത്തടം വിയർത്തുകൊണ്ട് ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ അംബിയാഇന്റെയും ഔലിയാഇന്റെയും സുദീഖുകളുടെയും ശുഹദാഇന്റെയും സ്വാലിഹുകളുടെയും കൂടെ ഒരിടം നൽകി സാധുക്കളായ നമ്മെ റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് റഹ്മാനായ റബ്ബിന്റെ വഹ്യു പ്രകാരം മനുഷ്യകുലത്തിൽ പ്രബോധനം ചെയ്ത ആശയാദർശങ്ങളുടെ സമാഹാരമായ പരിശുദ്ധ ഇസ്ലാം. ഒന്നാമത്തെ മനുഷ്യൻ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ സ്വീകരിച്ചു പോന്ന ശരിയായ ആദർശം, ലോകത്ത് മതമെന്ന് വിളിക്കാൻ ഉണ്ടാവേണ്ടുന്ന യോഗ്യതകൾ എന്തെല്ലാമാണോ ആ യോഗ്യതകൾ ഒത്തിണങ്ങിയൊരു മതം ലോകത്തുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ അവകാശപ്പെടുന്നു. അതോടൊപ്പം നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്ന യാഥാർത്ഥ്യവുമാണ്. മറ്റനേകം മതങ്ങളും ദർശനങ്ങളുമെല്ലാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലകൊള്ളുന്നുവെങ്കിലും ആ ദർശനങ്ങളും ആ മതങ്ങളുമൊക്കെ തന്നെയും ശരിയായ അർത്ഥത്തിൽ മതമെന്ന് പറയാനുള്ള യോഗ്യതകൾ ഇല്ലാത്തവയാണ് എന്നത് കേവലം ഒരു ആരോപണമല്ല, മറിച്ച് യാഥാർത്ഥ്യമാണ്. പിന്നീട് പല പരിഗണനകളാൽ അതിന് മതമെന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടു എന്ന് മാത്രം. ചിലതെല്ലാം സംസ്കാരങ്ങളാണെങ്കിൽ ചിലതെല്ലാം ഒരു വ്യക്തിരധിഷ്ഠിതമായി ഉണ്ടായി വന്ന ചില കൂട്ടായ്മകളാണ്. മറ്റു ചിലത് ഏതെങ്കിലും നമുക്ക് നാടുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ പ്രത്യേകമായ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ചില സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ഒക്കെ അത് പിന്നീട് ഒരു മതത്തിന്റെ പരിവേഷം നൽകി കാലക്രമേണ ഒരു മതമായി ആളുകൾക്കിടയിൽ പ്രചാരം നേടി അങ്ങനെ മതങ്ങളുടെ കൂട്ടത്തിലേക്ക് അതും മെല്ലെ 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 ഇഴുകിച്ചേർന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ശൈലിയിൽ പറഞ്ഞാൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീന്, നിശ്ചയമായും മതമെന്നത് അള്ളാഹുവിന്റെ പക്കൽ, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന്റെ പക്കൽ, അബ്ദുൽ ആലമീനായ അള്ളാഹുവിന്റെ പക്കൽ ശരിയായ മതമെന്ന് വിളിക്കാവുന്ന ഒന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ആ ഇസ്ലാം പിന്നീട് ഭാവിയിൽ ചില താൽപര്യ കക്ഷികളുടെ കരങ്ങളാൽ അതിലും ചില ദുർവ്യാഖ്യാന പ്രവണതകൾ കടന്നു വരികയും ആ ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ വലിച്ചും നീട്ടിയും ഏച്ചുകൂട്ടിയും വെട്ടിക്കുറച്ചും ചുരുക്കിയും എല്ലാമായി പലരും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ മതത്തിന്റെ ചില അധ്യാപനങ്ങളിൽ കൈകടത്തിയപ്പോൾ അവിടെ അവാന്തര വിഭാഗങ്ങൾ എമ്പാടുമുണ്ടായി. ആദ്യകാല തലമുറകളിൽ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നു. ഇസ്ലാമിനെ നശിപ്പിക്കാൻ രംഗത്ത് വന്ന ജൂതന്മാരും ആ ജൂതന്മാർ സൃഷ്ടിച്ചുവിട്ട ഷിയായിസവും ആ ഷിയാക്കളുടെ പിന്നീട് പരിഷ്കരിച്ച പതിപ്പായി മാറിയ സൂഫിസവും ത്വരീഖത്തുമെല്ലാം അവരെല്ലാം ആ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്തവരാണ്. മതത്തിനെ വികൃതമാക്കുന്നവർ, മതത്തിന്റെ പേരിൽ ഇല്ലാത്ത ആശയാദർശങ്ങളെ കെട്ടിവെക്കാനൊക്കെ വലിയ വലിയ സംഭാവനകൾ നൽകിയവരാണ് അവരൊക്കെ എന്നതാണ് വസ്തുത. അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളായി ഷിയാക്കളും ഖവാരിജുകളും റാഫിദിയാക്കളും ഹുലൂലികളും ജബരികളും ജഹബികളും അടക്കമുള്ള ധാരാളം പിഴച്ചുപോയ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ആ ആദ്യകാലങ്ങളിൽ തന്നെ ഉണ്ടായി വന്നപ്പോൾ ശരിയായ ഇസ്ലാമിന്റെ ആശയാദർശത്തെ, ശരിയായ വശത്തെ പ്രതിനിധീകരിക്കാൻ അന്നത്തെ പണ്ഡിതന്മാർ സ്വീകരിച്ച ഐഡന്റിറ്റിയായിരുന്നു അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആ പദപ്രയോഗം. നമുക്കെല്ലാം എമ്പാടും കേട്ടുപരിചയമുള്ള, ധാരാളമായി കേട്ടു തഴമ്പിച്ച, എല്ലാവരും ഉപയോഗിക്കുന്ന ഏതു ആദർശം സ്വീകരിക്കുന്നവനും
പിഴച്ചുപോയ ധാരാളം കക്ഷികൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ അവിടെ അവക്കിടയിൽ നിന്ന് ശരിയായ ആദർശം ഏതാണ് എന്ന്, ശരിയായ റൂട്ട് ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി അന്നത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്വീകരിച്ച ഐഡന്റിറ്റിയായിരുന്നു അഹ്ലുസുന്ന വൽ ജമാഅ എന്നുള്ളത്. സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ എന്നാണ് നേരെ ആ വാക്കിനർത്ഥം. അന്ന് ആ പേര് കൊണ്ട് തീർച്ചയായും മറ്റു കക്ഷികളെല്ലാം വേർതിരിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഖവാരിജ് രംഗത്ത് വന്നപ്പോൾ അവർ ഏതാനും സ്വഹാബിമാരെ കാഫിറുകളാക്കി ചിത്രീകരിക്കുകയും അതുകൊണ്ട് ആ സ്വഹാബിമാർ ഉദ്ധരിക്കുന്ന ഹദീസുകളും ആ സ്വഹാബിമാരുടെ കൈമാറി കിട്ടിയ ആദർശങ്ങളും ഒന്നും സ്വീകാര്യമല്ല എന്ന വാദവുമായി വരികയും അവർക്ക് തങ്ങളുടെ സ്വന്തക്കാരായി അവർ പരിചയപ്പെടുത്തിയ ചിലരിലൂടെ ലഭിക്കുന്ന ഹദീസുകൾ മാത്രമേ സ്വീകരിക്കാവൂ എന്ന പുതിയ നയം കൊണ്ടുവന്നപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് സ്വീകരിക്കാൻ തീർച്ചയായും അവർ വിസമ്മതിച്ചു. അഥവാ സുന്നത്തിന്റെ ആളുകൾ, ജമാഅത്തിന്റെ ആളുകൾ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹ്. ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഗുഞ്ഞത്തു ത്വാലിബിൽ ഇൽമിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു, അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് എന്താണോ സുന്നത്താക്കിയത്, എന്താണോ ചര്യയായി കാണിച്ചത്, ചെയ്യാനും ചെയ്യാതിരിക്കുവാനും അതേപോലെ പറയാനും പറയാതിരിക്കാനുമെല്ലാമായി അല്ലാഹുവിന്റെ റസൂല് എന്താണോ പഠിപ്പിച്ചത് അതാണ് സുന്നത്ത്. വൽ ജമാഅ മുത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്. വൽ ജമാഅ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മുത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇത്തിഫാഖായി പറഞ്ഞ, ഏകോപിച്ചു പറഞ്ഞ അഭിപ്രായ ആദർശം എന്താണോ അതാണ് അൽ ജമാഅ. അഥവാ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്യയെ പിൻപറ്റുന്നവൻ, സ്വഹാബത്തിന്റെ ഏകോപിച്ച നടപടിക്രമങ്ങളെ സ്വീകരിക്കുന്നവരാരോ അവനാണ് അഹ്ലുസുന്ന വൽ ജമാഅ, അവനാണ് ശരിയായ പാത. ഇത് പറയുമ്പോൾ തീർച്ചയായും ഖവാരിജുകൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് റൂട്ട് സ്വീകാര്യമല്ല. കാരണം സ്വഹാബത്തിന്റെ ഏകോപനം എന്നിടത്ത് എല്ലാ സ്വഹാബത്തും പറ്റില്ല. അലി സ്വീകാര്യനല്ല, മുആവിയ സ്വീകാര്യനല്ല, അംർ ഇബ്നു ആസ് സ്വീകാര്യനല്ല റളിയല്ലാഹു അൻഹും. സമാനരായ പല സ്വഹാബത്തിന്റെയും പേര് പറഞ്ഞിട്ട് അവര് പറഞ്ഞു ആ സ്വഹാബിമാരും സ്വീകാര്യനല്ല, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ടുള്ളതേ പറ്റൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും ബോധ്യമായി അവർ ശരിയായ റൂട്ടിലല്ല എന്ന്. അതേപോലെ ഷിയാക്കളും അലിക്ക് വേണ്ടി വാദിച്ചവർ, അലി കുടുംബത്തിന് വേണ്ടി വാദിച്ചവർ, പ്രവാചക കുടുംബത്തിന്റെ പേരിൽ മുതലക്കണ്ണിലൊഴുക്കിയവർ, ലക്ഷ്യം രാഷ്ട്രീയ നേട്ടങ്ങളായിരുന്നുവെങ്കിലും അവർ പുറത്തേക്ക് ഹൈലൈറ്റ് ചെയ്തു പറഞ്ഞത് ഈ നബി കുടുംബത്തോടുള്ള സ്നേഹവും അലി കുടുംബത്തോടുള്ള സ്നേഹവും ഒക്കെയായിരുന്നു എന്നതാണല്ലോ യാഥാർത്ഥ്യം. ആ പേര് പറഞ്ഞപ്പോൾ അവർ വ്യാജമായ കഥയുണ്ടാക്കി. പ്രവാചകന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകേണ്ടത്, പക്ഷേ അത് അട്ടിമറിക്കപ്പെട്ടുവെന്ന് അവർ വാദിച്ചു. അതിനുശേഷവും ആകേണ്ട ആളായ അലിക്ക് ലഭിച്ചില്ല. ഉമർ ഖത്താബിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായെന്നും ശേഷം ഉസ്മാൻ അഫ്ഫാൻ അതും തന്നെ വ്യാജമായ ശൈലിയിൽ കൈയടക്കിയെന്നുമൊക്കെയുള്ള പ്രചാരണങ്ങൾ നഊദു ബില്ലാഹ് ആ സ്വഹാബത്തെ കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ചു. അങ്ങനെ അവരെയെല്ലാം മതത്തിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ഏഴാമത്തെ സ്വഹാബിമാർക്ക് മാത്രം അപ്രമാദിത്വം കൽപ്പിച്ച് അവരിലൂടെ കിട്ടിയത് ഞങ്ങൾ സ്വീകരിക്കൂ, അല്ലാത്ത സ്വീകാര്യമല്ല എന്ന ആദർശം സ്വീകരിച്ച ഷിയാക്കള് അവരോടും അഹ്ലുസുന്ന വൽ ജമാഅയാണ് ശരിയെന്ന് പറയുമ്പോൾ അവരെ പറഞ്ഞു ഇല്ല, ഞങ്ങൾ അതിനില്ല. അപ്പൊ ബോധ്യമായി അവരും ശരിയായ റൂട്ടിലല്ല. ഓരോ കക്ഷിയും അങ്ങനെയാണ്. അന്ന് വഴിമാറിപ്പോ ഏതെല്ലാം പാർട്ടിയുണ്ടോ അവരൊക്കെയും ഈ പേരിന്റെ മുന്നിൽ അവരെല്ലാം മാറി നിന്നു. ആ പേര് അവർ സ്വീകരിക്കാൻ സന്നദ്ധരായില്ല. അപ്പോൾ ശരിയായ കക്ഷിയെ വേർതിരിക്കാൻ ഏറ്റവും നല്ല ഐഡന്റിറ്റിയായി അന്ന് തെരഞ്ഞെടുത്തു അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നത്തിന്റെ ആളുകൾ, അൽ ജമാഅത്തിന്റെ ആളുകൾ, പ്രവാചകന്റെ ചര്യകളെ അനുധാവനം ചെയ്യുന്നവർ, അതോടൊപ്പം അൽ ജമാഅ അഥവാ മുത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബ്.
അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായം എന്തോ ആ അഭിപ്രായം സ്വീകരിക്കുന്നവർ അവരാണ് ശരിയുടെ കക്ഷി, അവരാണ് രക്ഷപ്പെടുന്ന വിഭാഗം, അവരാണ് ഇസ്ലാമിന്റെ ശരിയായ ആദർശം സ്വീകരിക്കുന്നവർ എന്ന ആ ഐഡന്റിറ്റിയിലൂടെ ശരിയായ ഇസ്ലാം എന്താണ് എന്ന് ഖിയാമത്ത് വരെ നിലനിൽക്കാവുന്ന രൂപത്തിലുള്ള ഒരു വേർതിരിവിനുള്ള മാനദണ്ഡം അവിടെ ഉണ്ടായി. എന്നാൽ കാലക്രമേണ പുതിയ പുതിയ കക്ഷികൾ രംഗത്ത് വന്നു. ത്വരീഖത്തുകൾ അതിപ്രസരമുണ്ടായി, സൂഫിസം സജീവമായി. ഇത് 2, 3, 4, 5 നൂറ്റാണ്ടുകളായി സൂഫിസം വലിയ വളർച്ച നേരിട്ടു. അങ്ങനെ 5-6 നൂറ്റാണ്ടോട് കൂടി ലോകവ്യാപകമായി ധാരാളം ത്വരീഖത്തുകൾ സ്ഥാപിക്കപ്പെട്ടു, ധാരാളം സൂഫി പർണശാലകൾ സ്ഥാപിക്കപ്പെട്ടു. ഒരുപാട് ശൈഖന്മാരും ആ ശൈഖന്മാർക്ക് ധാരാളം മുരീദന്മാരുമെല്ലാമായി ഇസ്ലാമിന്റെ ബഹുഭൂരിപക്ഷം തന്നെ ആ ശൈലിയിലേക്ക് വഴിമാറിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അന്ന് അവരൊക്കെയും അവകാശപ്പെട്ടു, ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅ, ഞങ്ങളാണ് സുന്നത്തിന്റെ കക്ഷി, ഞങ്ങളാണ് അൽ ജമാഅയുടെ ആളുകൾ എന്ന് അവർ അവകാശപ്പെട്ടു. അതിന് വ്യാജമായ കഥകൾ മെനഞ്ഞുണ്ടാക്കി. അങ്ങനെ തസവുഫിന്റെ വേരുകൾ അലി ഇബ്നു അബീ ത്വാലിബ് വരെ മുട്ടുന്നുവെന്ന് അവർ വ്യാജമായി വാദിച്ചു. ഒന്നാമത്തെ സൂഫി അലി ഇബ്നു അബീ ത്വാലിബായി അവർ പരിചയപ്പെടുത്തി. അങ്ങനെ ആ അലി ഇബ്നു അബീ ത്വാലിബിലൂടെ കൈമാറി വന്ന അഥവാ പ്രവാചകർ അംഗീകരിച്ചു കൊടുത്ത, അലി സ്വീകരിച്ച ആദർശമാണ് തസവുഫ് എന്ന് പറയുകയും ഒരു വേള അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് സൂഫി എന്ന പദം തന്നെ അഹ്ലുസ്സുഫ എന്ന പദത്തിലേക്ക് ചേർത്തി പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പ്രവാചക കാലഘട്ടത്തിൽ മദീന പള്ളിയിൽ താവളമാക്കിയിരുന്ന, സ്വന്തമായി വീടില്ലാത്ത, കുടുംബമില്ലാത്ത, ജീവിക്കാൻ വഴിയില്ലാത്ത മദീന പള്ളി ആസ്ഥാനമായി സ്വീകരിച്ച സ്വഹാബിമാരുണ്ടായിരുന്നു. അവരാണ് അഹ്ലുസ്സുഫ എന്നറിയപ്പെടുന്നത്. ആ അഹ്ലുസ്സുഫയിലേക്ക് ചേർത്തിട്ട് ആ പേരിൽ നിന്നാണ് സൂഫി എന്ന പേരുണ്ടായത് എന്നുവരെ പിൽക്കാലത്ത് വ്യാജമായി ആരോപിച്ചിട്ട് ഈ സൂഫിസത്തിന് പ്രവാചകന്റെ അംഗീകാരമുണ്ടെന്നും സ്വഹാബത്തിന്റെ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നുമുള്ള വ്യാജമായ വാദങ്ങൾ പിൽക്കാലത്ത് കടന്നു വന്നു. അങ്ങനെ ആ സൂഫിസം സമൂഹത്തിലേക്ക് ഇല്ലാത്ത ധാരാളം ആശയാദർശങ്ങൾ അഹ്ലുസുന്നയുടെ മറവിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. സുന്നത്ത് ജമാഅത്താണെന്ന പേരിൽ ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് ശിർക്കൻ വിശ്വാസങ്ങളെ, ഖുറാഫാത്തുകളെ, അന്ധവിശ്വാസങ്ങളെ പോലും കയറ്റിക്കൊണ്ടുവന്ന് അതെല്ലാം ദീനിന്റെ ആദർശമായി, സുന്നത്ത് ജമാഅത്തിന്റെ ആശയമായി അവരെല്ലാം പ്രചരിപ്പിച്ചുവെന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ലോകത്ത് ജാറങ്ങൾ ഉത്ഭവിച്ചു, ജാറങ്ങളുണ്ടായി. ആദ്യകാലങ്ങളിൽ ജാറം പരിചയമുണ്ടായിരുന്നില്ല. ആർക്കും ആരോടും അന്വേഷിക്കാം. ഇസ്ലാമിക ചരിത്രത്തില് മുസ്ലിം ലോകത്ത് ജാറങ്ങൾ ഉണ്ടായത് എന്ന് മുതലാണ്. ഒന്നാമത്തെ ജാറം ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത് എന്ന് വിശ്വാസമുള്ള ഏത് ഉസ്താദിനോടും ആർക്കും അന്വേഷിക്കാം. ഏത് ഉസ്താദുമാരും സത്യം പറയുമെങ്കിൽ അവര് പറയും ഒന്നാമത്തെ ജാറം ഉണ്ടായത് ഹിജ്റ 5-ാം നൂറ്റാണ്ടിലാണ്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജാറം ഇസ്ലാമികമാണെങ്കിൽ, ജാറം സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണെങ്കിൽ ഒന്നാമത്തെ ജാറം ഉണ്ടാകേണ്ടത് എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ജാറമായി മാറണം. അതിനു മുമ്പ് പ്രവാചക സ്വഹാബിമാർ, പ്രമുഖന്മാർ പലരും വഫാത്തായി. അവരുടെ എല്ലാം ഖബറുകൾ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം കെട്ടിയെത്തപ്പെടണം. എങ്കിലല്ലേ ആ ജാറം അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശമായി മാറും. സുന്നത്തിന്റെ ആളുകൾ, ജമാഅത്തിന്റെ ആളുകൾ, അതാണല്ലോ അഹ്ലുസുന്ന വൽ ജമാഅ. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് 1000-ലേറെ സ്വഹാബിമാർ വഫാത്തായിട്ടുണ്ട്. പലരുടെയും മയ്യിത്ത് മറമാടാൻ പ്രവാചകൻ തന്നെയും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രവാചകൻ അവിടെ ചെയ്യേണ്ട കർമ്മങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ കുളിപ്പിക്കണം നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. എങ്ങനെ കഫൻ ചെയ്യണം നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു. എങ്ങനെ ഖബറൊരുക്കണം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെ മറമാടണം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ ജാറമുണ്ടാക്കേണ്ട മര്യാദ പ്രവാചകൻ പഠിപ്പിച്ചില്ല.
തന്റെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹാ മരണപ്പെട്ടപ്പോൾ കുളിപ്പിക്കാൻ സ്ത്രീകളെ ഏൽപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുളിപ്പിക്കുന്ന റൂമിനപ്പുറത്ത് നിന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുവെന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. അതേപോലെ സ്വന്തം മകളെ ഖബറിലേക്ക് ഇറക്കുമ്പോൾ ഖബറിലേക്ക് ഇറക്കാനുള്ള മര്യാദകൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതായി ഹദീസിൽ കാണാൻ സാധിക്കുന്നു. സ്വഹാബിയുടെ മയ്യിത്തിനെ കൂടെ പോയപ്പോൾ ആ മയ്യിത്ത് ഖബറിലേക്ക് എത്തുമ്പോൾ ഖബറ് കുഴിച്ചു കഴിഞ്ഞിട്ടില്ല, അല്പം കൂടെ പണി ബാക്കിയുണ്ട്. മയ്യിത്ത് അവിടെ വെച്ച് പ്രവാചകൻ ഖബറിന് സമീപത്തിരുന്ന് സ്വഹാബിമാരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി ആ സ്വഹാബാ കിറാമിനോട് മരണവുമായി ബന്ധപ്പെട്ട വിശദമായ അധ്യാപനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് നൽകിയതായി ഹദീസിൽ കാണാൻ സാധിക്കുന്നു. അതാ സ്വഹാബത്ത് പ്രാവർത്തികമാക്കി. അതുകൊണ്ട് ഒറ്റ സ്വഹാബിയുടെ ഖബറും അന്ന് ജാറമായി മാറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോൾ 1,13,000 സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പ്രബലാഭിപ്രായം. ആ ഒറ്റ സ്വഹാബിയും പ്രവാചകന്റെ ഖബർ ജാറമാക്കി മാറ്റിയില്ല. നബിയുടെ കാലശേഷം പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹാ 48 കൊല്ലത്തോളം ജീവിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. അല്ലാഹു അഅലം. ആ ആയിഷ ബിവി ജീവിച്ചതോ പ്രവാചകന്റെ ഖബർ ഉൾക്കൊള്ളുന്ന അതേ വീട്ടിൽ, അതേ റൂമിൽ. പ്രവാചകന്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു റൂമാണ്, വീട് എന്ന് പറയാൻ പറ്റൂല. ഹുജ്റ എന്നാണ് ഖുർആന്റെ പ്രയോഗം തന്നെ. ഒരു റൂമാണ് പ്രവാചകന്റെ വീട്. ആ റൂമിലാണ് നബിയും ആയിഷാ ബിവിയും കഴിഞ്ഞിരുന്നത്. ആ റൂമിലാണ് പ്രവാചകൻ മറമാടപ്പെട്ടത്. ആ ഖബർ അവിടെ വന്നതിന് ശേഷം ആ ഖബറിന് ഇപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ ഒരു വിരി തൂക്കുന്നു. ആ വിരിക്കപ്പുറത്ത് ആയിഷ ബിവി താമസിക്കുന്നു. ഇപ്പുറത്ത് ആ ഖബറും സ്ഥിതി ചെയ്യുന്നു. പക്ഷെ ആ ഖബർ എല്ലാരും വന്നു കയറി പോകുന്ന, എല്ലാരും 5 വക്ത് നിസ്കാരം കഴിഞ്ഞാല് അവിടെ നിന്ന് കയറിയിട്ട് പണമെറിഞ്ഞു പോകുന്ന ഒരു കേന്ദ്രമായ ആ ഖബർ മാറിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് ഒരു ഉമ്മറപ്പടിയുടെ വ്യത്യാസമാണ് ആ റൂമിലേക്കുള്ളത്. റൂമിനും പള്ളിക്കും കൂടെ ഒറ്റ വാതിലാണ്. ആ വാതിലിന് അപ്പുറം പള്ളി, ഇപ്പുറം വീട്. ആ വീട്ടിലുള്ള പ്രവാചകന്റെ ഖബർ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞാൽ സ്വഹാബത്തൊന്നായ കയറി യാസീനും അൽ ഫാത്തിഹയും ഓതി ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീനും പറഞ്ഞ് അവിടെ പണമെറിഞ്ഞ് ചീരണിയും കൊടുത്ത് ആയിഷ ബീവിയെ കൊണ്ട് ദ്വാരിപ്പിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ശൈലി അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറും ആ റൂമിൽ തന്നെ വന്നു. അവിടുന്ന് പിന്നെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമർ ഖത്താബിന്റെ ഖബറും ആ റൂമിൽ തന്നെ വന്നു. അങ്ങനെ 3 ഖബറുകൾ. ഈ ഉമ്മത്തിന് ജാറമുണ്ടാകാൻ വകുപ്പുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ജാറങ്ങൾ ഈ 3 മഹാന്മാർക്കാകണമല്ലോ. ആ 3 ഖബറുകൾ ആയിഷ ബീവിന്റെ വീട്ടിൽ ഒന്നിച്ചു കിട്ടിയിട്ടും ആയിഷ ബീവിക്ക് പട്ടിണിയായിരുന്നു. എന്തുകൊണ്ട്? ജാറത്തിൽ വരുമാനമില്ല, ആ ഖബറിന് വരുമാനമില്ല. എന്ന് മാത്രമല്ല, ആയിഷ ബീവിയുടെ സഹോദരൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ, അദ്ദേഹത്തിന്റെ മകൻ ഖാസിം ബിൻ മുഹമ്മദ്, ആയിഷ ബീവിന്റെ ആങ്ങളുടെ മോനെ. ഈ ആങ്ങളുടെ മകൻ ഖാസിം ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് രാത്രി വിരുന്ന് വരികയാണ്. അമ്മായിന്റെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി രാത്രി വിരുന്ന് വരുന്നു. അങ്ങനെ അമ്മായിയുടെ വീട്ടിൽ വന്നിട്ട് ആ കുട്ടി അമ്മായിയോട് ചോദിക്കുന്നു, യാ ഉമ്മ ഇക്ഷിഫിനി അൻ ഖബ്രി റസൂലില്ലാഹ് വ ഖബ്രി സാഹിബൈഹി. ഉമ്മ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറും 2 കൂട്ടുകാരുടെ ഖബറും നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കൂട്ടുകാരെ ഖബർ പറഞ്ഞാല് ഒന്ന് ചോദിക്കുന്ന ആളെ വല്ലിപ്പാന്റെ ഖബറാണ്. ഖാസിം ബിൻ മുഹമ്മദിന്റെ വല്ലിപ്പയാണ് അബൂബക്കർ സിദ്ദീഖ്. ആ വല്ലിപ്പാന്റെ ഖബറാ ഒന്ന് ചോദിച്ചത്. മറ്റൊന്ന് പൊന്നാമന പ്രവാചകന്റെ ഖബറാ ചോദിക്കുന്നത്. മറ്റൊന്ന് ഖലീഫ ഉമർ ഖത്താബിന്റെ ഖബറാ ചോദിക്കുന്നത്. ഈ 3 ഖബർ എനിക്കൊന്ന് കാണിച്ചു തരുമോ? എന്താ ഇത് മനസ്സിലാക്കേണ്ടത്?
അതിങ്ങനെ എല്ലാവരും കാണുവാൻ തുറന്നിട്ട് സദാസമയം ആളിങ്ങനെ കയറിയിറങ്ങി പോകുന്ന ഒരു സിയാർത്ത് കേന്ദ്രമായി അത് മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നല്ലേ അതിനർത്ഥം? അവര് പറയാ അങ്ങനെ എന്റെ അമ്മ എനിക്ക് 3 ഖബറുകൾ കാണിച്ചു തന്നു. ആ വിരങ്ങ് നീക്കിയിട്ട് ആ 3 ഖബർ കാണിച്ചു കൊടുത്തു. ഞാൻ കണ്ടു ആ ഖബറുകൾ ഭൂമിയുടെ നിരപ്പിനോട് നിരപ്പായി കിടക്കുന്നതല്ല, ആ ഖബറ് ഉയർന്നതുമല്ല ഭൂനിരപ്പുമല്ല, മറിച്ച് അത് ഉയർന്നിരിക്കുന്നത് എങ്ങനെ? 4 വിരലോളം ഉയർച്ചയുണ്ടതിന്. 4 വിരൽ ഇങ്ങനെ വെച്ചാൽ 4 വിരൽ ഇങ്ങനെ പിടിച്ചാലുള്ള ഉയരം, ആ ഉയരമുണ്ടാ ഖബറിന് ചില റിപ്പോർട്ടിൽ ഒരു ചാണോളം. ഒരു ചാണ് തികച്ചില്ല, ഒരു ചാണ് തികച്ചില്ല, ഒരു ചാണോളം. അതാണ് 4 വിരൽ. ആ രൂപത്തിന് പൊക്കിയായി മണ്ണിങ്ങനെ കൂട്ടി ഒരു അല്പം ഇങ്ങനെ പൊന്തിച്ച് ഒരു 4 വിരൽ ഉയരത്തിന് പൊന്തിച്ചതായി ഞാൻ കണ്ടു ആ ഖബറുകൾ എന്ന് സുദീഖുൽ അക്ബറിന്റെ പേരക്കുട്ടി ആയിഷ ബീവിയുടെ സഹോദര പുത്രൻ മുഹമ്മദ് ബിൻ ഖാസിം റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നു. അതാണ് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലെ ഖബറുകൾ. താബഈങ്ങളെ കാലത്തും അങ്ങനെ തന്നെയാണ്, താബിഈങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയാണ്, ഷാഫി ഇമാമിന്റെ കാലത്തും അങ്ങനെയാണ്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാലത്തും അങ്ങനെയാണ്. പിന്നീട് ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 450 അഥവാ 5-ാം നൂറ്റാണ്ടില് ഇറാഖിലെ ശിയാക്കൾ ആദ്യമായി ഒരു ഖബർ കെട്ടിയുയർത്തി ജാറമാക്കി മാറ്റുന്നു. ഹുസൈൻ ഇബ്നു അലിയുടെ പേര്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ മകൻ ഹുസൈൻ ഇബ്നു അലിയുടെ പേരിൽ ഹിജ്റ 450 ഇറാഖിൽ 1ാമത്തെ ജാറമുണ്ടാകുന്നു. അതുവരെ ലോകത്ത് ജാറം പരിചയമില്ല. ഇത് കേൾക്കുന്ന ഏതാൾക്കും ആരെയാണോ വിശ്വാസമുള്ളത് ആ ഉസ്താദോട് പോയി ചോദിക്കാം, ഉസ്താദ് ഈ പദം ശരിയാണോ? 450 മുമ്പ് ലോകത്ത് ജാറമുണ്ടായിട്ടില്ല എന്നാ അയാൾ പ്രസംഗിച്ചത്, അത് ശരിയാണോ ഉസ്താദെ ചോദിക്കാം. അല്ലാതെ ഏത് ഉസ്താദ് പറഞ്ഞാലും ആ ഉസ്താദിനോട് പറയാ, എങ്കിലും ഉസ്താദെ നിങ്ങളൊന്ന് എഴുതിത്തരീം. സ്വഹാബിമാരോ താബിഈങ്ങളോ ഏതെങ്കിലും ഖബർ കെട്ടിപ്പൊക്കി ജാറമാക്കി മാറ്റിയ ഒരു സംഭവം നിങ്ങൾ എഴുതിത്തരൂ, ഞങ്ങൾ കൊടുക്കട്ടെ അതിന് സംഘാടകർക്ക് എന്ന് നിങ്ങൾ പറയുക. ഈ പ്രസംഗം കഴിയും മുമ്പ് കിട്ടുമോ എങ്കിൽ കൊടുത്തേക്കാം. ഈ പ്രസംഗം അവസാനിക്കും മുമ്പ് അങ്ങനെ വല്ലതും കിട്ടുമെങ്കിൽ ആർക്കും എഴുതി കൊടുത്തേക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ കാണാൻ കഴിയില്ല. പക്ഷെ ചില മുസ്ലിയാക്കന്മാര് പറയും, ഹിജ്റ 204 ഇമാം ഷാഫി വഫാത്തായത്, ആ ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ടല്ലോ, അപ്പോൾ 450 മുമ്പേ ഉണ്ട് മനസ്സിലായില്ലേ? ഇമാം ഷാഫി മരിച്ചത് 204. ആ ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ട്, ശരിയാണ്. അപ്പൊ എന്ത് മനസ്സിലായി? അതിന് മുമ്പേ ഉണ്ട്. ഇമാം ഷാഫി മരിച്ചത് 204 ശരിയാ, പക്ഷെ കുബ്ബയുണ്ടായത് ഹിജ്റ 650. ഖബറുണ്ടായത് 204, കുബ്ബയുണ്ടായത് 650. അല്ലാതെ ഇമാം ഷാഫി മരിച്ച കാലത്ത് ഖബറിന് കുബ്ബുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം 450 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ഖബറിന് മീതെ ഒരു കുബ്ബയുണ്ടാക്കുന്നത്. അപ്പോൾ ഹിജ്റ 450 മുമ്പ് ലോകത്തിന് പരിചയമില്ല. പിന്നീട് കുബ്ബകളുടെ എണ്ണം കൂടി, കെട്ടിയുയർത്തിയ ഖബറുകളുടെ എണ്ണം കൂടി. അങ്ങനെ പല സ്ഥലത്തും കുബ്ബയുണ്ടായി. ആ കൂട്ടത്തിലാണ് മദീനത്തെ പള്ളിക്കും കുബ്ബയുണ്ടായത്. മദീന പള്ളിയുടെ മീതെയും കുബ്ബയുണ്ടായത് ഹിജ്റ 678. ഹിജ്റ വർഷം 678 മദീന പള്ളിക്ക് മീതെ കുബ്ബയുണ്ടായത്. അന്ന് ഉണ്ടായ കാലത്ത് പച്ചക്കുബ്ബയല്ല, അത് നീലക്കുബ്ബയായിരുന്നു. ഉണ്ടായ കാലത്ത് നീലക്കുബ്ബ. ആ നീലക്കുബ്ബ ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കിയ ആളുടെ വീട് തകർന്നു പോയി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്.
അപ്പൊ ആളുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന് മീതെ പണിക്കാരെ കയറ്റി അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയതിന്റെ കുരുത്തക്കേടാണ് അയാൾക്ക് തട്ടിയത് എന്ന് വരെ അന്ന് സംസാരം ഉണ്ടായിരുന്നുവെന്ന് അല്ലാമ സുംഹൂദി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദീനയുടെ ചരിത്രം എഴുതിയ, മദീനയിൽ ജീവിച്ച പണ്ഡിത അല്ലാമ സുംഹൂദി അദ്ദേഹം എഴുതി, ഈ കുബ്ബയുണ്ടാക്കാൻ നേതൃത്വം നൽകിയ ആളുടെ വീട് തകർന്നു വീണപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത് പ്രവാചകന്റെ ഖബറിന് മീതെ പണിക്കാരെ കയറ്റി അവിടെ ആശാരിമാരെ കൊണ്ടുവന്നു, അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി, അതിന്റെ ആ ഒരു അധപകേടിന്റെ ശിക്ഷയാണ് ഇയാൾക്ക് ലഭിച്ചത് എന്നുവരെ അത് സംസാരമുണ്ടായി. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ കുബ്ബ തകർന്നു വീണു. 100 കൊല്ലം പിന്നിട്ടപ്പോൾ ആ നീലക്കുബ്ബ തകർന്നു വീണു. അങ്ങനെ വീണ്ടും പുതുക്കിപ്പണിതു. ആ പുതുക്കിപ്പണിതപ്പോഴും കുബ്ബയുടെ നിറം നീല തന്നെയായിരുന്നു. ആ നീലക്കുബ്ബ ഏകദേശം 150 കൊല്ലം അല്ലെങ്കിൽ 200ഓളം കൊല്ലം അത് നിലനിന്നു. അപ്പോഴേക്കേശം 900 പിന്നിട്ടു ഹിജ്റ വർഷം. ആ സമയങ്ങളിൽ മദീന പള്ളിക്ക് തീപിടുത്തമുണ്ടായി. മുഅല്ലിന് രാത്രി വിളക്കൂതാൻ മറന്നിട്ട് പോയിന. ആ വിളക്ക് തട്ടിമറിഞ്ഞു, തീപിടുത്തമുണ്ടായി. മദീന പള്ളിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. ആ കുബ്ബയടക്കം തീപിടിച്ചു. അത് ചുമരുകൾ മുഴുവൻ കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ മദീന പള്ളി മൊത്തം രണ്ടാമത് നിർമ്മിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. ഹിജ്റ 10-ാം നൂറ്റാണ്ട് 900-ന് ശേഷം. അങ്ങനെ ബാക്കിയുള്ള ഭാഗമെല്ലാം തട്ടി അവരൊക്കെ ക്ലിയറാക്കി രണ്ടാമത് നിർമ്മിച്ചു. ആ നിർമ്മാണത്തിലാണ് നീലക്കുബ്ബ പച്ചക്കുബ്ബയായി മാറിയത്. അപ്പൊ 678 ഉണ്ടാക്കിയിട്ട് 300-ഓ 350-ഓ കൊല്ലം നീലക്കുബ്ബയാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 400 ചില്ലാനം കൊല്ലങ്ങളായി കുബ്ബ പച്ചയായി മാറിയിട്ട്. ഏതായാലും അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുബ്ബയുണ്ടാക്കാൻ നിർദ്ദേശം നൽകിയില്ല. സഹാബിമാരും ആ കുബ്ബ കണ്ടവരല്ല, അത് ഉണ്ടാക്കാൻ അംഗീകരിച്ചവർ അല്ല. താബിഉകളോ തബഉ താബികളോ ഇമാം ഷാഫി പോലുമോ ആ കുബ്ബ കണ്ടിട്ടില്ല. ഇമാം ബുഖാരി ആ കുബ്ബ കണ്ടിട്ടില്ല. മുഹീദ്ദീൻ ശൈഖ് ആ കുബ്ബ കണ്ടിട്ടില്ല. ഇഫായി ശൈഖ് കുബ്ബ കണ്ടിട്ടില്ല. അവരെയൊന്നും കാലഘട്ടങ്ങളിൽ അവിടെ കുബ്ബ ഇല്ല. ഈ പറയപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരും പ്രബോധകന്മാരുമായ ഈ മഹാന്മാർ ജീവിച്ച കാലഘട്ടങ്ങളിലൊന്നും അവിടെ കുബ്ബയുണ്ടായിട്ടില്ല. പിൽക്കാലത്ത് 678-ലാണ് അവിടെ കുബ്ബയുണ്ടാകുന്നത്. പക്ഷേ പിന്നെ കുബ്ബകളുടെയും ഖബറുകളുടെയും ജാലങ്ങളുടെയും എല്ലാം എണ്ണം കൂടിക്കൂടി വന്നപ്പോൾ അവര് അവകാശവാദം ഉന്നയിച്ചു. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന്, ഇതാണ് സുന്നത്തെ ജമാഅത്ത് എന്ന വാദം പിൽക്കാലത്ത് വന്നു. ആദ്യകാലങ്ങളിൽ ശരിയും തെറ്റും വേർതിരിക്കാൻ, വ്യാജനം അല്ലാത്തതും വേർതിരിക്കാനാണ് അന്ന് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന നാമം സ്വീകരിച്ചതെങ്കിൽ പിന്നീട് അതേ നാമത്തിന്റെ മറവിൽ തന്നെ ഈ വ്യാജനകൾ രംഗപ്രവേശനം ചെയ്തു. അങ്ങനെ 450 തുടങ്ങിയ കുബ്ബ എന്ന ജാറം എന്ന ഏർപ്പാട് അഹ്ലുസുന്നയുടെ ആദർശമായി പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടു. ഇന്നിപ്പോ ജാറം പാടില്ലാതാണ് ഓം പുത്തംവാദിയായി. ജാറം ഇസ്ലാമിയല്ല എന്ന് പറഞ്ഞാൽ അവൻ പുത്തൻവാദിയായി. അന്നോ ജാറം ഉണ്ടാക്കിയ കുരുത്തക്കേട് തട്ടുന്ന സംസാരം നാട്ടിലുണ്ടായിരുന്നത് നേരെ അട്ടിമറിഞ്ഞു. പിന്നീട് ആ ജാറുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകളെ കുറിച്ച് ഒരുപാട് കെട്ടുകഥകൾ, കറാമത്ത് കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടു. ധാരാളം അന്ധവിശ്വാസങ്ങൾ വന്നു. ആ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളായി വഴിമാറി. അവിടെ പോയി പ്രാർത്ഥനയും, അവിടെ പോയി നേർച്ചയും വഴിപാടും, അവിടേക്ക് സത്യം ചെയ്യലും, അവിടേക്ക് പണമറിയലും എല്ലാം പിന്നീട് ആളുകളുടെ സ്ഥിരം പതിവായി മാറി. അങ്ങനെയാണ് നാട്ടിൽ പ്രചാരമുള്ള പല ജാറങ്ങളും ഉണ്ടായത്. രാപ്പകൽ ഭേദമന്യേ ആളുകൾ തിങ്ങി വരുന്ന സ്ഥലങ്ങളായി ജാറങ്ങൾ മാറിയത്. അങ്ങനെയാണ് അതിന്റെ മറ പിടിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലും പിന്നീട് കടന്നു വന്നത്.
നമ്മുടെ നാട്ടിൽ ആദ്യകാലത്ത് അത് അനുവദിക്കപ്പെട്ടിരുന്നില്ല. പൊന്നാനി സയ്യിദ് മഖ്ദൂമിന്റെ കാലഘട്ടങ്ങളിൽ പൊന്നാനിക്കാർ ജാറുണ്ടാക്കലില്ല. അന്ന് കുണ്ടോട്ടിക്കാർ ജാറുണ്ടാക്കൽ. കുണ്ടോട്ടിക്കാർ ഷിയാക്കളായിരുന്നു. കുണ്ടോട്ടി തങ്ങന്മാർ അവർ ഷിയാക്കളായിരുന്നു. അന്ന് ഐക്യകണ്ഠേന പ്രഖ്യാപിക്കപ്പെട്ട കാര്യമായിരുന്നത്. മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു ഷിയാ മനുഷ്യൻ കുണ്ടോട്ടി വന്ന് താവളമടിച്ച് അയാൾ വരെ ഷെയ്ഖായി പരിചയപ്പെടുത്തിയപ്പോൾ അന്ന് പൊന്നാനിക്കാര് പറഞ്ഞു, മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്കലാബല്ല. മുഹമ്മദ് ഷാ വലിയല്ല, അയാൾ മുരീദന്മാർക്കാണ് എല്ലാ അലാബുള്ളത്. അത് പറയാൻ പശ്ചാത്തലമുണ്ട്. കുണ്ടോട്ടിക്കൈക്കാര് പറഞ്ഞു, മുഹമ്മദ് ഷാ വലിയുള്ള, മുരീദന്മാർക്കലാബില്ല. കുണ്ടോട്ടിക്കൈക്കാര് പറഞ്ഞ മുഹമ്മദ് ഷാ വലിയുള്ള, മുരീദന്മാർക്ക് അലാബില്ല. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയാണ്, അദ്ദേഹത്തിന്റെ മുരീദായി കൂടി അലാബുണ്ടാവൂല. അപ്പോഴാ മറ്റൊരു പറഞ്ഞത് മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്ക് അലാബല്ല. അന്ന് മുഹമ്മദ് ഷായും കൂട്ടരും ജാറമുണ്ടാക്കി, അവർ റാത്തീബുണ്ടാക്കി, അവർ ആ ശൈലികളെല്ലാം സ്വീകരിച്ചു. പൊന്നാനി കൈക്കാരോ അന്ന് ജാറത്തിനെതിരാ. അങ്ങനെ ആ ഫത്ലുൽ മുഈനിലൊക്കെ ജാറം കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നും കെട്ടിപ്പൊക്കിയാൽ നിർബന്ധമായും പൊളിക്കണമെന്നും എഴുതി വെക്കപ്പെട്ടത്. ഫത്ലുൽ മുഈനിന്റെ 105-ാമത്തെ പേജിൽ മയ്യിത്തുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ കാണാം, വകുരിഹ ബിനാഉൻ ലഹു ഔ അലൈഹി. ഖബറിന് വേണ്ടിയോ ഖബറിന് മീതെയോ എടുപ്പുണ്ടാക്കിയത് വെറുക്കപ്പെട്ട കാര്യമാണ്. ലിസിഹത്തിൻ നഹി അൻ ദാലിക. അതിനെക്കുറിച്ച് വ്യക്തമായ വിലക്ക് വന്നിട്ടുണ്ട്. വ്യക്തമായ വിലക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കെട്ടിയുയർത്താനും പാടില്ല, അത് കറാഹത്താണ്. എന്നിട്ട് പറഞ്ഞു, കറാഹത്ത് എന്ന് പറഞ്ഞത് സ്വന്തം സ്ഥലത്താണെങ്കിലാണ്. എന്നാൽ പൊതുവായ ഖബർസ്ഥാനിലാണ് കെട്ടിയുയർത്തുന്നതെങ്കിൽ അത് ഹറാമാണ് താനും. എന്ന് മാത്രമല്ല, വഹുദിമ വുജൂബാ, നിർബന്ധമായും പൊളിച്ചു മാറ്റണം. കെട്ടി ഉയർത്തിയാൽ നിർബന്ധമായും പൊളിച്ചു മാറ്റണം. ലിഅന്നഹു യതഅബ്ബദു ബഅദ ഇൻമിഹാഖിൽ മയ്യിത്തി ഫഫീഹി തളയീഖുൻ അലൽ മുസ്ലിമീൻ. കാരണം ലിഅന്നഹു യതഅബ്ബദു ബഅദ ഇൻമിഹാഖിൽ മയ്യിത്തി, മയ്യിത്ത് നുരുമ്പി തീർന്നാലും ആ കെട്ടവിടെ ബാക്കിയാകും. ഫഫീഹി തളയീഖുൻ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്. കാരണം എന്താ, ഖബർസ്ഥാന് മുസ്ലിങ്ങൾക്ക് മൊത്തമുള്ളതാണ്. ആരുടെ മണ്ണ ഓരോ മുസ്ലിമിനും ഉള്ളത്. പക്ഷേ കെട്ടിയുയർത്തി വലിയ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ അവിടെ ചിലപ്പോ 1/4 സെന്റോ 1/2 സെന്റോ ആ ഒറ്റ മയ്യത്തിന് വേണ്ടി ചെലവഴിച്ചു. അത് മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്. കാരണം മയ്യത്ത് നുരുമ്പിപ്പോയാൽ സാധാരണഗതിയിൽ എന്ത് ചെയ്യാം, ആ ഖബർ മാന്തിട്ട് വേണമെങ്കിൽ മറ്റൊരു മയ്യത്ത് മറവ് ചെയ്യാം ആവശ്യമെങ്കിൽ. ഇതതുണ്ടാവില്ല. മയ്യത്ത് ഏതോ കാലത്ത് നുരുമ്പിപ്പോയാലും ജാറുള്ള കാലത്തോളം പിന്നെ അവിടെ മാന്തൂലാരും. ആരെങ്കിലും പറയും നമുക്ക് അവിടെ സ്ഥലമില്ലെങ്കിൽ ആ ജാറം പൊളിച്ച് മാന്തിയിട്ട് അവിടെ ഒരു 10 ആളെ മറയാ സ്ഥലമുണ്ട്, നമുക്ക് അവിടെ മറവ് ചെയ്യാം എന്നാരെങ്കിലും പറയോ? ഇല്ല. ഫഫീഹി തളയീഖുൻ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്. മയ്യത്ത് നുരുമ്പിയാലും കെട്ട് ബാക്കിയാവും. നമ്മളെ മൗലവിമാർ പറഞ്ഞ എന്താ, കെട്ട് നുരുമ്പിപ്പോയാലും മയ്യത്ത് ബാക്കിയാവും. ഫത്ലുൽ മുഈൻ പറയാ, മയ്യത്ത് നുരുമ്പിയാലും കെട്ട് ബാക്കിയാവും. അത് ഓതി കൊടുക്കണ മൗലവിമാര് പറയാ, കെട്ട് നുരുമ്പി പൊളിഞ്ഞു പോയാലും മയ്യത്തോടെ ബാക്കിയുണ്ടാകും. അതാ വ്യത്യാസം. അങ്ങനെ എല്ലാം അട്ടിമറിക്കപ്പെട്ടത്. അങ്ങനെ ആ ആദർശങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമായി പ്രചരിപ്പിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ധാരാളം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ വന്നു. ആ വന്നത് ആണ്ട് നേർച്ചയും ഉറൂസും ഒക്കെ അങ്ങനെ ഉണ്ടായതാണ്. നേർച്ചപ്പട്ടികൾ അങ്ങനെ ഉണ്ടായി വന്നതാണ്. ജാറം മൂടല് അങ്ങനെ ഉണ്ടായതാ. അല്ലാതെ സുന്നത്തിലോ ജമാഅത്തിലോ അത് പരിചയമില്ല. ഒരു കാര്യം ദീനാവണോ, ഒന്നുകിൽ സുന്നത്തിലുണ്ടാകണം അല്ലെങ്കിൽ ജമാഅത്തിലുണ്ടാകണം. ഇത് സുന്നത്തിലുമില്ല ജമാഅത്തിലുമില്ല. അത് പിൽക്കാലത്ത് വന്ന ബിദ്അത്താണ്, ഖുറാഫത്താണ്. പക്ഷേ അത് സുന്നത്ത് ജമാഅത്തിന്റെ ശിആറായി, ചിഹ്നമായി പിന്നീട് പരിചയപ്പെടുത്തപ്പെട്ടു. അങ്ങനെയാണ് കാര്യങ്ങൾ മറിഞ്ഞു വന്നത്. ഉറൂസുകൾ, ആണ്ട് നേർച്ചകൾ എല്ലാം വന്നു. പിന്നെ ആണ്ട് നേർച്ചയുടെ മറവിൽ മറ്റൊരുപാട് ബിദ്അത്തുകൾ കയറിക്കൂടി.
റാത്തീബും കുതുബിയത്തും അദ്ദാദും മൗലിദും മാലയും കറാമത്ത് കഥകളും എല്ലാം 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 ആ ജാലങ്ങളുടെ മറവിലാണ് പിന്നീട് വളർന്നു വന്നത്. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് അധപതിച്ചു. അള്ളാഹുലേക്ക് ഉയരേണ്ട കൈകൾ റബ്ബല്ലാത്തവരിലേക്ക് തിരിഞ്ഞു. അല്ലാഹ് എന്ന് വിളിക്കാൻ മനസ്സില്ലാത്തിടത്തേക്ക് ഉമ്മത്ത് മാറി. ആളുകൾക്ക് എന്തും ഏതിനും മരിച്ചുപോയ മഹാന്മാരെ ബദരീങ്ങളും മുഹ്ദീങ്ങളും ഒമാനും സുഹദാക്കളും മമ്പുറം തങ്ങളും പൊന്നാനി ജാർത്ത് തങ്ങളും മുനമ്പത്ത് ബീവിയും ബീവാപ്പള്ളി ഉമ്മയും അതേപോലെ ഉള്ള സയ്യിദ് മദനിയും എല്ലാം എല്ലാം ആളുകളെ ആശാ കേന്ദ്രങ്ങളായി ആളുകൾ മനസ്സിലാക്കി. അവരോട് എന്തും ചോദിക്കാമെന്നായി, എങ്ങനെയും തേടാമെന്നായി. മംഗലാപുരത്ത് വെച്ച് നടന്ന വാദപ്രതിവാദത്തിന് സമസ്തയുടെ മുസ്ലിയാക്കന്മാര് പറഞ്ഞു, മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ എന്ന് മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് തേടിയാലും അത് ശിർക്കല്ല, അത് കുഴപ്പമില്ല, അതൊരു പ്രശ്നമില്ല. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഈ ലോകത്തെ പടച്ച സൃഷ്ടാവാണെന്ന വിശ്വാസമില്ലാതിരുന്നാൽ മതി. മുഹീദ്ദീൻ ശൈഖ് ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്, പടച്ചവനാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖിനോട് പറയാം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് ശൈഖിനോട് പറഞ്ഞാലും തകരാറില്ല. നഊദു ബില്ലാഹ്. കഴിഞ്ഞ ആഗസ്റ്റ് 20-ാം തീയതി മംഗലാപുരത്ത് വെച്ച് നടന്ന വാദപ്രയോഗത്തിൽ MT അബൂബക്കർ ദാരിമി എന്ന പനങ്ങാകരക്കാരനും അതേപോലെ സലീം ഫൈസി ഇർഫാനി എന്ന കണ്ണൂര് മട്ടന്നൂരുകാരനുമായ ആളുകളടക്കമുള്ള സമസ്തയുടെ ഔദ്യോഗിക മുസ്ലിയാക്കന്മാര് ഔദ്യോഗികമായി ആവർത്തിച്ചു പ്രഖ്യാപിച്ചു, അത് തകരാറില്ല, കുഴപ്പമില്ല. അവിടെയാണ് മുസ്ലിം ഉമ്മത്തുള്ളത്. നബിയോട് എന്തും തേടാമെന്നിടത്തെത്തി എന്നല്ല, നബിയോട് തേടാനേ നമുക്ക് അവകാശമുള്ളൂ, അല്ലാത്തവർക്ക് അള്ളാഹുവിനോട് നേരെ തേടാൻ നമുക്ക് അവകാശമില്ല എന്നിടത്തുവരെ എഴുതി പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. മാല മൗലീദുകളിലും അതേപോലെയുള്ള ശൈലികളുമെല്ലാം അത് തന്നെയാണല്ലോ നമ്മൾ കാണുന്നത്. മൗലിദ് കിതാബിൽ ആദ്യം തന്നെ കാണാം സലാം ബൈത്ത് എന്ന ബൈത്ത്. ആ സലാം ബൈത്തില് പ്രവാചകനെ വിളിച്ചുകൊണ്ട് സലാം പറയലാണ്. തുടക്കം കുഴപ്പമില്ല. തുടക്കം എന്താ? അസ്സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ. റസൂലിനെ വിളിച്ചുകൊണ്ട് സലാം പറയുന്നു, വിരോധമില്ല. ഏത് പദങ്ങളിലും ഇസ്ലാമിനെതിരല്ലാത്ത ഏത് പദങ്ങളിലും സലാം പറയാം. പക്ഷേ പറഞ്ഞു പിന്നീട് പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വരികൾ 13-ാമത്തെ വരി കാണാം. സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. റസൂലേ അങ്ങേക്കു സലാം. അസ്സലാമു അലൈക നബിയെ അങ്ങേക്കു സലാം. ആരാ നബി എന്നോ? യാ മാഹിദ്ദുനൂബി പാപങ്ങളെ മായ്ക്കുന്ന നബിയെ അങ്ങേക്കു സലാം. പാപങ്ങളെ മായ്ക്കുന്ന നബിയെ അങ്ങേക്കു സലാം. അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി പ്രയാസങ്ങളെ അകറ്റുന്ന ദൂരീകരിക്കുന്ന നബിയെ അങ്ങേക്കു സലാം. പാപം മായ്ക്കുന്നവൻ റസൂലല്ല, അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ ചോദ്യമുണ്ടല്ലോ, അല്ലാഹു അല്ലാതെ മറ്റാരാ ദോഷം പൊറുക്കാനുള്ളത്? അല്ലാഹു അല്ലാതെ മറ്റാരാ ദോഷം പൊറുക്കാനുള്ളത് എന്ന് ഖുർആൻ പറയുന്നു.
പക്ഷേ അല്ലാഹു അല്ലാത്തവരും ദോഷം പൊറുക്കുമെന്ന് ഇവരെ പഠിപ്പിക്കുന്നു. റസൂല് മാഹിദ്ദുനൂബാണ്, പാപങ്ങൾ മായ്ക്കുന്നവരാണ്, ജാദിൽ ഖുറൂബാണ്, പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നവരാണ് എന്ന് റസൂലിനെ കുറിച്ച് വിശ്വസിക്കുന്നു. മാത്രവുമല്ല സലാം ബൈത്ത് കഴിഞ്ഞാൽ പല മൗലിദ് കിതാബിലും കാണാം യാ അക്രമ ബൈത്ത് എന്നൊരു ബൈത്ത്. അതിലെന്താ? യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ ഇമമി. റസൂലേ യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി, സൃഷ്ടികളിൽ ആദരണീയരായവരെ, മാ ലിമൻ അലൂദു ബിഹി സിവാക, താങ്കളല്ലാതെ മറ്റാരാ നബിയെ എനിക്ക് അഭയം തേടാനുള്ളത്? എനിക്ക് അഭയം തേടാൻ അങ്ങയല്ലാതെ മറ്റാരാ ഉള്ളത്? ഇൻദ ഉലൂലിൽ ഹാദിസിൽ അമിമി, അതിഭയാനകമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിഭയാനകമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ പ്രയാസങ്ങളിൽ എനിക്ക് അഭയം തേടാൻ താങ്കളല്ലാതെ മറ്റാരാണ് ഉള്ളത് നബിയേ? അങ്ങല്ലാതെ മറ്റാരാ, താങ്കളല്ലാതെ മറ്റാരോടാ എനിക്ക് അഭയം തേടാൻ കഴിയുക എന്ന് യാക്രമവൈത്തിലും കാണാം. മങ്കൂസ് മൗലിദാവട്ടെ ഒരു പടി കൂടി കടന്നുകൊണ്ട് പറഞ്ഞു, അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം വഫ്തഖറ ബികൗനിഹി വാലിദാ വസ്തഗാസ ബിഹി നൂഹ് അലൈഹിസ്സലാം ഫനജാ മിനർ റദാ. മങ്കൂസ് മൗലിദ് പറയുകയാണ്, തുടക്കം തന്നെ അങ്ങനെയാ, ഒരു കളവ് പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. ആ മങ്കൂസ് മൗലിദിന്റെ ഒന്നാമത്തെ പാരഗ്രാഫിലാ പറഞ്ഞത് അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം, അറിയണേ ആ നബിയെ കൊണ്ടാണ് ആദം നബി തവസ്സുലാക്കിയത്. ആ നബിയെ കൊണ്ടാ ആദം നബി തവസ്സുലാക്കിയത്. ആരാ ഇത് പറഞ്ഞത്? പ്രവാചകൻ പഠിപ്പിച്ചുവോ? ഇല്ല. ഖുർആൻ പരാമർശിച്ചുവോ? ഇല്ല. സ്വീകാര്യമല്ലാത്ത, സ്ഥിരപ്പെടാത്ത, ദുർബലമായ ഹദീസുകളിലൂടെയാണ് അത് പഠിപ്പിക്കപ്പെട്ടത്. പ്രവാചകൻ പറഞ്ഞില്ല, സ്വഹീഹായ ഹദീസിൽ വന്നില്ല. ഖുർആൻ പഠിപ്പിച്ച് തിരിച്ചാണ്. ഖുർആൻ പറയുന്നു, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ആദം അലൈഹിസ്സലാം തന്റെ റബ്ബിൽ നിന്ന് ചില കലിമത്തുകൾ ഏറ്റുവാങ്ങി, ചില വചനങ്ങൾ ഏറ്റുവാങ്ങി. ഫതാബ അലൈഹി, അങ്ങനെ ആ കലിമത്ത് വെച്ച് പശ്ചാത്തപിച്ചപ്പോൾ അല്ലാഹു തആല ആ പശ്ചാത്താപം സ്വീകരിച്ചു. സൂറത്തുൽ ബഖറ. ഏതാണ് ആ കലിമത്ത്? ഏതാണ് ആ വചനം? ഖുർആൻ തന്നെ പറയുന്നു സൂറത്തുൽ അറാഫിലൂടെ ആ വചനം എന്താണ് എന്ന്. ഖുർആൻ പരാമർശിച്ചു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബിയുടെ പ്രാർത്ഥന, ഹവ്വാ ബീവിയുടെ പ്രാർത്ഥന, രണ്ടുപേരും ദുആ ചെയ്യുന്നു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, രക്ഷിതാവേ റബ്ബേ ഞങ്ങളിതാ ഞങ്ങളോട് തന്നെ അക്രമങ്ങൾ ചെയ്തു പോയി റബ്ബേ, അതുകൊണ്ട് വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്നില്ലെങ്കിൽ, നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായും ഞങ്ങൾ നട്ടക്കാരായി മാറും റബ്ബേ എന്ന് ഒന്നാമത്തെ പിതാവായ ആദം നബിയുടെയും ഒന്നാമത്തെ മാതാവായ ഹവ്വാ ബീവിയുടെയും അലൈഹിമസ്സലാം ആ പ്രാർത്ഥനയാണ്. ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു. പക്ഷെ പിൽക്കാലത്ത് പലതും എഴുതി പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുലാക്കി എന്ന് ചില റിപ്പോർട്ടിൽ വ്യാജമായി വന്നു. വേറെ ചില റിപ്പോർട്ടിലോ അലിയിനെ കൊണ്ടും ഹസൻ ഹുസൈനെ കൊണ്ടും ഫാത്തിമയെ കൊണ്ടുമാണ് ആദം നബി ഇസ്ലാം തവസ്സുലാക്കിയത് എന്ന് പോലും കാണാം. തഫ്സീർ ദുർറുൽ മൻസൂർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ അത്തരം റിപ്പോർട്ടുകൾ, ദുർബലമായ സ്വഹീഹല്ലാത്ത, സ്ഥിരപ്പെടാത്ത റിപ്പോർട്ടുകൾ നമുക്ക് എടുത്തു കൊടുത്ത് കാണാൻ കഴിയും. ആദം നബി ഇസ്ലാം അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ വഅലി വഫാത്തിമ വഹസൻ വൽ ഹുസൈൻ, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ടും ഫാത്തിമ ബീവിയുടെ ഹക്ക് കൊണ്ടും ഹസൻ ഹുസൈന്റെ ഹക്ക് കൊണ്ടും അലിയുടെ ഹക്ക് കൊണ്ടുമെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ എന്ന് ആദം നബി ഇസ്ലാം തേടി എന്ന് വ്യാജമായി പിൽക്കാലത്ത് പ്രചരിപ്പിച്ചു.
എന്നിട്ട് മങ്കൂസ് മൗലിദിൽ പറയാ അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം, അറിയണേ ഈ നബിയെ കൊണ്ടാണ് ആദം അലൈഹിസ്സലാം തവസ്സുലാക്കിയത്. പിന്നെയോ വസ്തഗാസ ബിഹി നൂഹൻ അലൈഹിസ്സലാം ഫനജാ മിനർ റദാ. ഫസ്തഗാസ ബിഹി നൂഹൻ, ആ മുഹമ്മദ് നബിയെ കൊണ്ടാണ് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ ചെയ്തത്. ഫനജാ മിനർ റദാ, അങ്ങനെ ആപത്തിൽ നിന്ന്, വെള്ളപ്പൊക്കമാകുന്ന വിപത്തിൽ നിന്ന് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടത് മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്തിട്ടാണ്. ഫസ്തഗാസ ബിഹി നൂഹ്, മുഹമ്മദ് നബിയോട് നൂഹ് നബി ഇസ്തിഗാസ ചെയ്തു, അങ്ങനെയാണ് വെള്ളപ്പൊക്കം രക്ഷപ്പെട്ടത്. സഹോദരന്മാരെ, ഈ മങ്കൂസ് മൗലീദിനെ സുന്നത്തമാത്തിന്റെ ആദർശമായി കാണുന്നവര്, അതിനെ ബഹുമാനിക്കുന്നവര്, ആദരിക്കുന്നവര്, അതിനുവേണ്ടി പണമിറക്കുന്നവര്, അത് ചൊല്ലുന്നവര്, അത് ചൊല്ലിക്കുന്നവര്, അതിന് മഹത്വം പറയുന്ന ഉസ്താദുമാരെ, മുതഅല്ലിമുകളെ, മുഅല്ലിമുകളെ, ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചോ, എത്ര സ്ഥലങ്ങളിൽ മങ്കൂസ് മൗലിദ് ഓതിയോ? ഒരു പക്ഷേ ജീവിതത്തിൽ ചുരുങ്ങിയത് 100 തവണയെങ്കിലും, 100 വീട്ടിലെങ്കിലും, അതിലേറെയെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ ഈ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്തുവല്ലോ. 100 പ്രാവശ്യം മങ്കൂസ് മൗലിദ് ഓതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 100 പ്രാവശ്യം നൂഹ് നബിയുടെ പേരിൽ, മുഹമ്മദ് നബിയുടെ പേരിൽ, ആദം നബിയുടെ പേരിൽ ഈ കളവ് പറഞ്ഞുവെന്നല്ലേ? ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കുക. നൂഹ് അലൈഹിസ്സലാം മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്തു എന്ന കളവ് ആ 2 അമ്പിയാക്കളെ പേരിൽ എത്ര കാലങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെടേണ്ടതില്ലേ? എന്ത് നമുക്കത് അന്വേഷിച്ചാൽ, എന്തേ ഒന്ന് പഠിക്കാനിറങ്ങിയാൽ മങ്കൂസ് മൗലിദ് ഉസ്താദിനോട് ചോദിക്കുക, ഉസ്താദേ, മൗലിദ് ഓതും മുമ്പ് ഈ പറഞ്ഞ സംഭവം ഒന്ന് നിങ്ങൾ തെളിയിക്കണം. ഏതാ സംഭവം? വസ്തഗാസ ബിഹി നൂഹ്, മുഹമ്മദ് നബിയെ കൊണ്ട് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ ചെയ്തു. ഈ കളവ് നമ്മളെ വീട്ടിൽ നിന്ന് പറയണോ അമ്പിയാക്കളെ പേരിൽ? അതാണോ സുന്നത്തമായത്? അങ്ങനെ എത്ര സംഭവങ്ങൾ മങ്കൂസിൽ മാത്രമല്ല, സലാം ബൈത്തിൽ മാത്രമല്ല, അവിടെ അങ്ങോട്ട് ഏത് മൗലിദ് എടുത്താലും അവിടെയെല്ലാം സമാനമായി നമുക്ക് കാണാൻ കഴിയുന്നു. നബി വിളിച്ചു പറയുന്നത് എന്താ? യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി, റബ്ബേ, മുഹമ്മദ് നബിക്ക് നീ രക്ഷ നൽകണേ, നീ സ്വലാത്ത് ചൊല്ലണേ. അവിടെ അബദ്ധമില്ല. പിന്നെയോ ആരാ മുഹമ്മദ് നബി? മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. മുൻജിൽ ഖലായിഖി, സൃഷ്ടികളെ രക്ഷിക്കുന്നവരാണ് മുഹമ്മദ് നബി. മിൻ ജഹന്നമ ഫീ ഗദീ, നാളെ പരലോകത്ത് ജഹന്നമിൽ നിന്ന്, നരകത്തിൽ നിന്ന് സൃഷ്ടികളെ രക്ഷിക്കുന്ന നബി. അല്ലാഹുവിന്റെ റസൂലാണോ സൃഷ്ടികളെ രക്ഷപ്പെടുത്തുക? റസൂലുള്ളാഹിന്റെ ശഫാഅത്തുണ്ട്. ശരിയാ, എല്ലാ അമ്പിയാലും ശഫാഅത്തുണ്ട്, മലക്കുകൾക്ക് ശഫാഅത്തുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷേ മുഹമ്മദ് നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമറിലൂടെ പഠിപ്പിക്കുന്നു. നബി അഭിസംബോധന ചെയ്ത് ചോദിക്കുന്നു, അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുൻഖിദു മൻ ഫിന്നാർ. അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബ്, ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായ ഒരുത്തനോ, അഫഅൻത തുൻഖിദു മൻ ഫിന്നാർ, നരകത്തിലുള്ളവൻ നബിയെ താങ്കളാണോ രക്ഷിക്കുന്നവൻ? നരകത്തിലുള്ളവനെ രക്ഷിക്കുന്നവൻ താങ്കളാണോ നബിയെ എന്ന് നിഷേധ രൂപത്തിൽ ഖുർആൻ ചോദിക്കുമ്പോൾ അതെ, റസൂലാണ് രക്ഷിക്കുന്നവൻ എന്ന് മൗലിദ് കിതാബിലൂടെ മറുപടി പറയുന്നുവെങ്കിൽ അത് ന്യായമാണോ? നമ്മൾ ആലോചിക്കുക. ശഫാഅത്തുണ്ട് പ്രവാചകന്റെ, ആ ശഫാഅത്തിലൂടെ പലരും രക്ഷപ്പെടും. പക്ഷേ ആ രക്ഷപ്പെടണം തീരുമാനിക്കുന്നവൻ റസൂലല്ല.
ആര് രക്ഷിക്കണം? നബിക്കല്ല തീരുമാനം റബ്ബിനാണ്. അതുകൊണ്ടല്ലേ സ്വന്തം പിതൃവ്യനായ അബൂ ത്വാലിബിനെ രക്ഷപ്പെടുത്താൻ അതിയായ താല്പര്യമുണ്ടായിട്ടും സാധിച്ചില്ലല്ലോ. എന്നിട്ട് ഒരുപാട് കെട്ടുകഥകൾ കറാമത്ത് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഇല്ലാത്ത കുറെ കഥ, ഓരോ ജാലത്തിലും മണമാടപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് ഒരുപാട് കെട്ടുകഥകൾ പ്രചരിപ്പിക്കപ്പെട്ടു. നമ്മളെ വലുത്തുകാരൻ യൂസുഫ് ബുഖാരി, അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് തന്നെ കറാമത്തുകൾ ഒരു ഒഴുക്കുന്ന പോലെ. അതാ ബുക്കിന്റെ പേര്, കറാമത്തുകൾ ഒരു ഒഴുക്കുന്ന പോലെ, ഒഴുകുന്ന പോലെ കറാമത്ത്. അങ്ങനെ മൂപ്പര് കുറച്ച് കറാമത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാം, ഒരു വീട്ടിൽ CM വലിയുല്ലാഹി വന്നു. ബാപ്പ മോനോട് പറഞ്ഞു, ജുമുഅയ്ക്കോ, ഞാൻ വഴിയെ വരാം. മകൻ ജുമുഅയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ബാപ്പ വീട്ടിൽ തന്നെയുണ്ട്. ബാപ്പ ജുമുഅയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ മകൻ ചോദിച്ചു, ഉപ്പയോട് ജുമുഅയ്ക്ക് എത്താത്തതിന് കാരണം അന്വേഷിച്ചു. മകൻ ചോദിച്ചു, എന്താ ഉപ്പ ജുമുഅയ്ക്ക് വന്നിട്ടില്ലല്ലോ? പിതാവ് പറഞ്ഞു, ഞാൻ CM അവരുടെ കൂടെ വരാമെന്ന് കരുതിയതായിരുന്നു. ഞാൻ CM ജുമുഅയ്ക്ക് കൂടെ പോകാനാ വിചാരിച്ചത്, പക്ഷെ CM പോയില്ല, ഞാൻ എന്താ ചെയ്യാന്ന്. മകൻ അത്ഭുതപ്പെട്ടു. അവൻ പറയുകയാണ്, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? CM അവർകൾ എന്റെ അരികിലായിരുന്നല്ലോ സൊഫിൽ നിസ്കരിക്കാൻ. അടുത്തടുത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ജുമുഅ നിസ്കരിച്ചുവല്ലോ, നിങ്ങളെ പള്ളിയിൽ കണ്ടതുമില്ല. അപ്പൊ മോൻ പറയാ, CM വന്നല്ലോ ജുമുഅയ്ക്ക്, ഞങ്ങൾ എന്തായാലും അടുത്തല്ലേ നിന്നത്, ഒരു സൊഫിലാ നിന്നത്, പാപ്പ നിങ്ങൾ കണ്ടില്ലല്ലോ. ഇത് കേട്ട പിതാവ് കണ്ണുമിഴിച്ചു. ഇതെന്ത് വാർത്ത? CM വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പുറത്ത് പോയിട്ടേ ഇല്ല. അപ്പൊ CM മൂപ്പരെ വീട്ടിലുണ്ട്. അത് കണ്ട് ഇയാളും അവിടെ നിന്നു. പക്ഷേ CMന്റെ മറ്റൊരു തടി അവിടെ ജുമുഅയ്ക്ക് പങ്കെടുത്തു. അതാണ് മോനപ്പം നിസ്കരിച്ചത്. അപ്പൊ ഒരു തടി മകന്റെ കൂടെ, മറ്റു തടി ബാപ്പാന്റെ കൂടെ. എന്നിട്ടോ CM അവകളിൽ നിന്ന് ഇതുപോലുള്ള സംഭവങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധിയുണ്ട്. എങ്കിൽ പിന്നെ പരിചരിക്കാൻ നിന്ന വ്യക്തിയുടെ ജുമുഅ നഷ്ടപ്പെട്ടതിന് എന്തു ന്യായം എന്ന ചോദ്യം പ്രതീക്ഷിക്കാം. അവയിൽ മറുപടി, ജുമുഅയ്ക്ക് പോകാതിരിക്കാൻ ഉദറുകൾ ചിലതുണ്ട്. അവയിൽ ഒന്നാണ് രോഗിക്ക് ആവശ്യമായ പരിചരണം. അപ്പൊ രോഗിയെ നോക്കാൻ നിൽക്കുന്നില്ല, ജുമുഅ നിർബന്ധമില്ലല്ലോ. രോഗി സ്വകാര്യത്തിൽ പോയി ജുമുഅയ്ക്ക് നോക്കാനെന്ന ആളെ ഇവിടെ നിൽക്കുക, മറ്റാൾ സ്വകാര്യത്തിൽ ജുമുഅയ്ക്ക് പോയി. ഒരു CM അവരുടെ റൂമിൽ കാണപ്പെട്ട ശരീരത്തിന് ഒരു പരിചാരകന്റെ സാന്നിധ്യം അനിവാര്യമായും വേണ്ടതുമായിരിക്കണം. ജുമുഅയ്ക്ക് സംബന്ധിച്ച CM വലിയുടെ ശരീരം ആവണമെന്നില്ല. പരിചാരകൻ വീട്ടിലെ റൂമിൽ പരിചരിച്ചു കൊണ്ടിരുന്ന ശരീരം കണ്ട. അപ്പൊ രണ്ട് ശരീരം ഉണ്ടാകും. ഒരു ശരീരം ജുമുഅയ്ക്ക് പോയി, മറ്റേ ശരീരമോ ഇയാളുടെ പരിചരിച്ചുകൊണ്ട് ഇയാളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്നിലധികം ശരീരം ഉണ്ടാവുകയാണെങ്കിൽ CM വഫാത്താകുമ്പോൾ ജനങ്ങൾക്ക് കുളിപ്പിക്കാനും മറമാടാനും ലഭിച്ച ശരീരമല്ലാത്ത മറ്റേ ശരീരം എവിടെ പോയി എന്ന് ചോദിക്കുന്നവർ നബിയുടെയും സഹാബത്തിന്റെയും മുമ്പിൽ വെളുവെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആ വസ്ത്രം എന്ത് ചെയ്തിരിക്കും എന്ന ചോദ്യത്തിന് മറുപടി പറയണം. അപ്പൊ മൂപ്പയ്ക്ക് ചോദ്യം വരുന്നു. അങ്ങനെയും പോയി ആ ശരീരം മരിച്ചു, കുളിപ്പിച്ചു, കഫൻ ചെയ്തു, കൊണ്ടുപോയി മറവൻ ചെയ്തു, മറ്റേ തടി എവിടെ എന്ന് ചോദിക്കൂലേ? അതിന് മറുപടി എന്താ? റസൂലുള്ളാഹിന്റെ മുമ്പ് ജിബ്രീൽ വന്നല്ലോ, വെള്ളത്തുണിയും വെള്ളക്കുപ്പായിട്ടിട്ട്. ജിബ്രീൽ പോയപ്പോൾ ആ തുണിയും കുപ്പായും എന്ത് ചെയ്തു? അതിന് മറുപടി പറയണം. എന്നാ മറ്റും പറഞ്ഞുതരാ. ആ രൂപത്തിലാ പറഞ്ഞു ഒപ്പിക്കുന്നത്. എത്ര അങ്ങനെ ഒരുപാട് കള്ളക്കഥ ഉണ്ടാക്കിയിട്ട്
ഇല്ലാത്ത വിശ്വാസങ്ങൾ മുസ്ലിം ഉമ്മത്തിന് ഊട്ടിയുറപ്പിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് 40 അടിയൊക്കെ ചതിക്കുണ്ടാവുന്ന പറഞ്ഞത്. ഖുതുബി എന്ന മർത്തബയ്ക്ക് എത്തിയാൽ പിന്നെ കണക്കില്ലാത്ത തടി ഉണ്ടാവുന്ന അബ്ദാലി അല്ലെങ്കിൽ ബുദരാ ആ ലെവലിലേക്ക് എത്തുമ്പോ 40 തടി ഉണ്ടാവും ഒരേ സമയത്ത്. അതിന്നും പ്രമോഷൻ കിട്ടിയിട്ട് വൗസോ കുത്തുബോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എത്രയുമാകാം, ഒരേ സമയത്ത് എത്രയുമാകാം. അങ്ങനെ മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി പറഞ്ഞത് وقالوا لي يا هذا تركت صلاتك ولم يعلموا أني أصلي بمكة وقالوا لي يا هذا تركت صلاتك അവർ എന്നെ കുറിച്ച് പറയുന്നു, എന്തേ നിങ്ങൾ നിസ്കരിക്കാത്ത ആളല്ലേ, നമസ്കാരം ഒഴിവാക്കുന്ന ആളാണ് താങ്കളെന്ന് അവരിതാ എന്നെ കുറിച്ച് പറയുന്നു. വലം യഅലമു അവർക്കറിയില്ലല്ലോ അന്നീ ഉസല്ലി ബിമക്കത ഞാൻ മക്കയിൽ നിസ്കരിക്കുന്നുണ്ട് എന്ന് അവർക്കറിയില്ലല്ലോ. മക്കയിൽ മാത്രമല്ല വലാ ജാമിഉൻ ഇല്ലാ വലി ഫീഹി മിംബറു വലാ മിംബറുൻ ഇല്ലാ വലി ഫീഹി ഖുത്ബതി ലോകത്തെവിടെയെല്ലാം ജുമുഅത്ത് പള്ളിയുണ്ടോ അവിടെയെല്ലാം എനിക്കൊരു മിമ്പറുണ്ട്. ലോകത്തെവിടെയെല്ലാം മിമ്പറുണ്ടോ അവിടെയെല്ലാം ഞാൻ ഖുത്ബയും നിർവഹിക്കുന്നുണ്ട്. എല്ലാ ജുമുഅത്ത് പള്ളിയിലും മുഹീദ്ദീൻ ശൈഖാണ് ഖുത്ബ. പക്ഷെ നാട്ടിലെ പള്ളിക്ക് മാത്രം കാണൂല. നാട്ടിലെ പള്ളി കാണൂല, ലോകത്തെ എല്ലാ പള്ളിയിലും അദ്ദേഹത്തിന് മിമ്പറുണ്ട്, ആ മിമ്പർ ഖുത്ബയുമുണ്ട്. ഇങ്ങനെയുള്ള കറാമത്ത് കഥ എന്ന പേരിൽ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചു. നമ്മളെ പകര ഹസനി പ്രസംഗിച്ചൊരു ക്ലിപ്പ് കേട്ടുന്ന അത്ഭുതപ്പെട്ടു. CM-നെ കാണാൻ ഒരു ചോട്ട ഓടിയ വന്നു. മൂപ്പരെ പ്രശ്നം, മൂപ്പരെ കുട്ടിക്ക് സംസാരശേഷിയില്ല. വന്നിട്ട് CM-നോട് പറഞ്ഞു, എന്റെ കുട്ടി സംസാരിച്ച് കേട്ടിട്ട് മരിക്കാൻ എനിക്ക് വല്ലാത്ത പൂതിയുണ്ട്, ഇതിന് വല്ല വഴി ഉണ്ടാക്കി തരണം. അപ്പൊ CM ഇങ്ങനെ മേലോട്ട് നോക്കിയിട്ട് പിന്നെ പറഞ്ഞത്രേ, ലഹുൽ മഹ്ഫൂദ് ഞാൻ നോക്കി, അവിടെ നിന്റെ കുട്ടി സംസാരിക്കൂല എന്നാണ് എഴുതിച്ചിട്ടുള്ളത്, അവിടെ നിവൃത്തില്ല. അപ്പൊ എന്നാവില്ലേ പറഞ്ഞു, ഞാനത് വായിച്ചിട്ട് വന്ന മനുഷ്യനാ, അത് വല്ലതും ചെയ്യാൻ പറ്റുമോ ചോദിക്കാൻ ഞാൻ വന്നത്. അപ്പൊ ഇയാൾ അത് ലഹുൽ മഹ്ഫൂദ് നോക്കിക്കണ്. ലഹുൽ മഹ്ഫൂദ് നോക്കിയപ്പോ ഇയാൾക്ക് മനസ്സിലായി എന്റെ കുട്ടി സംസാരിക്കൂല. ഇനി അതിന് വല്ല കൃത്രിമം കാട്ടാൻ പറ്റുമോ ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇയാൾ ലഹുൽ മഹ്ഫൂദ് നോക്കി വന്ന ആളാന്നുള്ളത് CM-ന് ആദ്യം മനസ്സിലായില്ല. മൂപ്പ അവിടെ നോക്കിയിട്ട് പറഞ്ഞിട്ടില്ല, മിണ്ടൂല. അപ്പൊ പറഞ്ഞു, അത് എനിക്കറിയാം, ഞാൻ വായിച്ചു പോകുന്ന മനുഷ്യരല്ലേ, അതിനപ്പുറത്ത് വല്ല ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ, അത് നിങ്ങൾക്ക് വല്ല സ്വാധീനമുണ്ടോ എന്ന് നോക്കാമെന്നതാണ്. എന്നാ അവിടെ അങ്ങനെ CM പറഞ്ഞു, കുട്ടിനെ വിളിച്ചിട്ട് പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ കുട്ടിയോട് പറഞ്ഞു, ഇതാരാ ചോദിച്ചോ, അതിന്റെ വാപ്പയാണ്. ആരാ? അത് പള്ളിക്കലെ ഉസ്താദാ, അഞ്ഞ് പൈക്ക് അഞ്ഞ് ഉണ്ടാക്കാൻ പാടില്ല. അതോടുകൂടി കുട്ടി ഉണ്ടാൻ തുടങ്ങിയതാ. അപ്പൊ രണ്ടാൾ നോക്കിയപ്പോ ലഹുൽ മഹ്ഫൂദിന് ഇവൻ സംസാരിക്കൂലാന്നാ അവിടെ തിരുത്തിക്കൊടുത്തു. എന്നിട്ട് കുട്ടിയെ സംസാരിക്കുന്ന കോലത്തിലാക്കി മാറ്റി. ഇങ്ങനെയുള്ള കള്ളക്കഥകൾ, അതിന്റെ മറവിലാണ് ഈ മാലയും മൗലിദും വാത്തീബും ഖുതുബിയത്തും ഹദ്ദാദും തുടങ്ങി എല്ലാം ഉണ്ടായത്. അതൊന്നും യഥാർത്ഥത്തിൽ സുന്നത്തമായത്തല്ല. സുന്നത്തമായത്താകണമെങ്കിൽ ഒന്നുകിൽ സുന്നത്തിലുണ്ടാകണം, അല്ലെങ്കിൽ ജമാഅത്തിലുണ്ടാകണം. ഏത് സുന്നത്തിലാ, ഏത് ജമാഅത്തിലാ ഇതൊക്കെയുള്ളത്? അന്വേഷിച്ചോളൂ, ആരോടും ചോദിച്ചോളൂ. ഖുതുബിയത്ത് സുന്നത്തിലുണ്ടോ ജമാഅത്തിലുണ്ടോ? പള്ളിയിൽ പോയി ഉസ്താദ് ചോദിക്കും, ഉസ്താദ് നമ്മൾ സുന്നത്തമായത്തല്ലേ? അതേ സുന്നത്തമായത്ത്, എന്താ സംശയം? സുന്നത്തമായത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് റസൂലുള്ളാഹിയുടെ ചര്യ, ജമാഅത്ത് സ്വഹാബത്തിന്റെ ഏകോപനം, അതാണ് സുന്നത്തമായത്ത്. അതിനടിയായി അതിൽ അഹ്ലുസുന്ന വൽ ജമാഅ. എങ്കിൽ ഉസ്താദ് ഖുതുബിയത്ത് സുന്നത്തിലാണോ ജമാഅത്തിലാണോ? രണ്ടാലൊന്നിൽ വേണല്ലോ, ഒന്നുകിൽ സുന്നത്തിൽ അല്ലെങ്കിൽ ജമാഅത്തിൽ. അപ്പൊ ഉസ്താദ് അത് സുന്നത്തും ജമാഅത്തിലൊന്നുമില്ല, അത് 300 കൊല്ലം മുമ്പ് 400 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ നിന്നുണ്ടായതാണ്. പിന്നെ എങ്ങനെ ഉസ്താദ് നമ്മൾ സുന്നത്ത് ജമാഅത്താകുക? അത് ചോദിച്ചാൽ മതി, വേറൊന്നും വേണ്ട. കാന്തപുരം മുസ്ലിയാർ മുടിയുമായി വന്നപ്പോ
അയാളെ കൂടെയുള്ള ആളുകൾ വെച്ച് ബാക്കി എല്ലാവരും ആദ്യഘട്ടത്തിൽ ചോദിച്ചു, എവിടെ സനദ്? സനദില്ലാതെ വിശ്വസിക്കാൻ പറ്റൂല. മുസ്ലിം ഉമ്മത്ത് പഠിച്ചു, റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ സനദ് വേണം. എന്നാ മുടിക്ക് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു ഹദീസ് കൊണ്ടുവന്നാൽ അതിനും വേണം സനദ്. റസൂലുള്ളാഹിയുടെ പേരിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഒരു ആചാരം പരിചയപ്പെടുത്തുമ്പോൾ അവിടെയും വേണം സനദ്. അതാ വേണം. അപ്പൊ കുത്തുബിയത്തിന് സനദ് വേണം. ഉസ്താദ് നിങ്ങളല്ലേ പറഞ്ഞത് ഏൽപ്പിക്കാനും കൊണ്ടുവന്ന മുടി സ്വീകരിക്കാൻ പറ്റൂല, കാരണം സനദില്ല. എന്നാ ഏൽപ്പിക്കാനും ഈക്കാനും ഇത്തിഫാഖായി ചൊല്ലുന്ന കുത്തുബിയത്ത് സനദുണ്ട് ഉസ്താദ്. ഇല്ലെങ്കിൽ ആ മുടി തള്ളിയ നമുക്ക് എന്തുകൊണ്ട് ഈ കുത്തുബിയത്തും തള്ളിക്കൂടാ എന്ന് ചോദിക്കണം. അപ്പൊ ഉസ്താദ് പറയും, അത് സനദില്ലെങ്കിൽ നമ്മൾ കാരണന്മാർ ചെയ്തു പോകുന്നതല്ലേ, എന്നാ പിന്നെ എന്തിന് ആ മുടി വേണ്ടാന്നത്? കാരണവരെ കൊണ്ടുവന്ന മുടി വേണ്ടാന്ന് ഔദ്യോഗിക സമസ്ത എങ്ങനെ പറയും? സനദ് വേണമെന്നാണ് എങ്കിൽ കുത്തുബിയത്തിനും വേണം സനദ്, മങ്കൂസ് മൗലിദിനും സനദ് വേണം, മുഹീദ്ദീൻ മാലിക്കും സനദ് വേണം, മാലപ്പാട്ടിനെല്ലാം സനദ് വേണം, ജാരങ്ങൾക്ക് സനദ് വേണം, അത്തരം രീതികൾക്കെല്ലാം സനദ് വേണം. മുടിക്കും വേണം സനദ്. മുടിക്ക് സനദ് വേണം, ബാക്കി സനദ് വേണ്ട എന്നാണെങ്കിൽ അത് പറ്റൂല. കുത്തുബിയത്തിന് സനദുണ്ടോ? ഇല്ല. കുത്തുബിയത്തിന്റെ സനദ് അന്വേഷിച്ചാൽ തമിഴ്നാട്ടിൽ ചെന്ന് അവസാനിക്കും, അതിനപ്പുറത്തേക്ക് പോകൂല. നമ്മുടെ ഉസ്താദ്, ഉസ്താദിന്റെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഉസ്താദ്, ഒരു 5 ആളോ ഉസ്താദ് കഴിഞ്ഞാൽ സദഖത്തുല്ലാഹിൽ കാഹിലി, തമിഴ്നാട്ടിലെ കീഴക്കര സ്വദേശി, തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശിയായ സദഖത്തുല്ലാഹിൽ കാഹിലി. കാഹിലി എന്നാൽ കായൽപട്ടണത്തുകാരൻ എന്നാ, അതാ കാഹിലി. സദഖത്തുല്ലാഹിൽ കാഹിലി, കായൽപട്ടണത്തുകാരനായ സദഖത്തുല്ലാഹ്, അദ്ദേഹം ഉണ്ടാക്കിയ കുത്തുബിയത്ത്. അതിനപ്പുറത്തേക്ക് പറഞ്ഞില്ല. അവിടെ ചെന്ന് നിന്നു. പിന്നെ സനദില്ല, നബിയിലേക്ക് മുട്ടുന്നില്ല. അപ്പൊ ചോദിക്കേണ്ട ഉസ്താദ്, നമ്മൾ സുന്നത്ത് ജമാഅത്ത് പറയും ചെയ്യാ, സുന്നത്തിലോ ജമാഅത്തിലോ ഇല്ലാത്ത ഈ ഏർപ്പാട് കൊണ്ടടക്കുകയും ചെയ്യാ, അത് ശരിയല്ലല്ലോ. അപ്പോൾ കുത്തുബിയത്ത് ചൊല്ലുന്നവൻ സുന്നത്ത് ജമാഅത്തല്ല, അവൻ സുന്നിയല്ല. കുത്തുബിയത്ത് ചൊല്ലാത്തവൻ സുന്നത്ത് ജമാഅത്ത്. കാരണം സുന്നത്തിൽ കുത്തുബിയത്തില്ല, ജമാഅത്തിൽ കുത്തുബിയത്തില്ല. അതുകൊണ്ട് അത് സ്വീകരിക്കാത്തവനും സുന്നത്ത് ജമാഅത്തായി. നാരിയാസ്ലാത്ത് സുന്നത്തിൽ ഇല്ല, ജമാഅത്തിൽ ഇല്ല. അതിനാൽ അത് ഉപേക്ഷിക്കുന്നവൻ അഹ്ലുസുന്ന വൽ ജമാഅ. സുന്നത്തിൽ ഇല്ല, ജമാഅത്തിൽ ഇല്ല നാരിയാസ്ലാത്ത്. അതുകൊണ്ട് നാരിയാസ്ലാത്ത് ആവശ്യമില്ല എന്ന് ആര് തീരുമാനിക്കുന്നുവോ അവനാണ് അഹ്ലുസുന്ന വൽ ജമാഅ. എല്ലാം അങ്ങനെയാണ്. മുഹീദ്ദീൻ മാല സുന്നത്തിൽ ഇല്ല, ജമാഅത്തിൽ ഇല്ല. റിഫാഴി മാല ഇല്ല, ഒരൊറ്റ മാലപ്പാട്ടുമില്ല, മൗലിദില്ല, റാത്തീബില്ല, ഹദ്ദാദില്ല. അതൊന്നും സുന്നത്തിലോ ജമാഅത്തിലോ ഇല്ല. പള്ളിക്കുണ്ടല്ലോ ഹദ്ദാദ്. ഹദ്ദാദ് ചൊല്ലാ ഇരിക്കുമ്പോ ഉസ്താദ് ചോദിക്കും, ഉസ്താദ് ഈ ഹദ്ദാദ് ആരുണ്ടാക്കിയത്? ഇത് സുന്നത്തിലാണോ ജമാഅത്തിലാണോ ഉള്ളത്? ആ ഒറ്റ ചോദ്യം മതി എല്ലാത്തിനും ഒരൊറ്റ ചോദ്യം, ഒറ്റ മൂലി. അതെന്താ? ഉസ്താദേ, നമ്മൾ സുന്നത്തമായത്തല്ലേ? അതെ. എങ്കിൽ ഇത് സുന്നത്തിലാണോ ഇത് ജമാഅത്തിലാണോ ഉള്ളത്? അത് രണ്ടില്ല, എന്നാലും നല്ലതല്ലേ. എന്നാ പിന്നെ എങ്ങനെ നമ്മൾ അഹ്ലുസുന്ന ജമാഅ ആകാം? അത് മാത്രം മതി ആ വിഷയത്തിൽ. ഹദ്ദാദ് ചെല്ലുമ്പോ ചോദിക്കും, ഉസ്താദ് ആരുണ്ടാക്കി ഹദ്ദാദ്? ഉസ്താദ് പറയും, ബാ അലവി അൽ ഹദ്ദാദ് എന്ന ആളുണ്ടാക്കിയതാ. 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ബാ അലവി അൽ ഹദ്ദാദ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാം ബാ അലവി സദാത്തുക്കൾ എന്നിട്ട്. ഇവിടെ മലപ്പുറത്ത് ഓഫീസറുണ്ട്, ഓൾ കേരള സാദാത്ത് അസോസിയേഷൻ എന്നിട്ട് അതിന്റെ ഓഫീസ് ഉണ്ട് കോട്ടപ്പടിക്കല്. പാസ്പോർട്ട് ഓഫീസിന് മുമ്പ് കാണാം ഓഫീസ്, ബോർഡുണ്ട്. എന്താ? ഓൾ കേരള സാദാത്ത് അസോസിയേഷൻ. അതിൽപ്പെട്ട സാദത്താണ് ബാ അലവി അൽ ഹദ്ദാദ്. ആ ബാ അലവി ഉണ്ടാക്കിയ റാത്തീബ് ആയതുകൊണ്ടാ ഹദ്ദാദ് റാത്തീബ് ഇത് പേരിന്. ബാ അലവിയുടെ കുടുംബ പേരാണ് ഹദ്ദാദ്. നേരെ ഹദ്ദാദിന് വാക്കർത്ഥം കൊല്ലപ്പണിക്കാരൻ, പെരുങ്കൊല്ലൻ, അതാണ് ഹദ്ദാദ്.
കുടുംബ പേരായിരിക്കാം, നമ്മൾ ആക്ഷേപിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യന്മാർക്ക് കൊല്ലൻ, കല്ലൻ എന്നൊക്കെ പേരുണ്ടാവും, ആ കൂട്ടത്തിലായിരിക്കാം. അപ്പൊ അദ്ദേഹം ഉണ്ടാക്കിയതായതുകൊണ്ടാണ് ഹദ്ദാദ് റാത്തീബ് എന്ന് പേരുന്നത്, പെരുങ്കൊല്ല റാത്തീബ് എന്ന്. എന്നാലും കുഴപ്പമില്ല, എന്തുണ്ടായാ മതി, സനദുണ്ടായാ മതി. അപ്പൊ ചോദിക്കും, ഉസ്താദെ സനദുണ്ടോ ഹദ്ദാദിന്? ഏത് സനദ്? റസൂൽ വരെ എത്തുന്ന സനദ്. അതില്ല. ഇതിങ്ങനെ നമ്മളെ ഉസ്താദ് അങ്ങനെ പോയി ബാഅലവി എന്ന ഉസ്താദിൽ ചെന്ന് മുട്ടി അവിടെ നിൽക്കുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. എങ്കിൽ ഉസ്താദെ അത് ചെല്ലാൽ എങ്ങനെ സുന്നത്തമായത്താകുക? നമ്മള് നബിക്കോ സഹാബത്തിനോ പരിചയമില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നവരല്ലേ അഹ്ലുസുന്ന വൽ ജമാഅ? അത് ചൊല്ലുന്ന നമ്മൾ എങ്ങനെ അഹ്ലുസുന്ന വൽ ജമാഅയാകും എന്ന് ചോദിക്കാൻ നമ്മൾക്ക് മനസ്സുണ്ടായാൽ എല്ലാം ക്ലിയർ ആകും. ഏത് തരത്തില് ഇപ്പൊ ഇശാബാൻ കൊടുത്തപ്പോ നമ്മളെ മൊല്ലാക്ക ആദ്യം പറഞ്ഞത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ, അതുവരെ സുന്നത്ത് ജമാഅത്തിനെതിരാണ്. സുന്നത്തമായത്തിനെതിരെ സുന്നത്തിനില്ല, ജമാഅത്തിന് ഇല്ല. ബാങ്കിന് ശേഷമുണ്ട് സ്വലാത്ത്, അത് നമ്മൾ വല്ലാക്കോട്ട് ചൊല്ലൂല്ല. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ കൊടുത്തോലും കേട്ടോനും ഒക്കെ സ്വലാത്തില്ല, അത് ചൊല്ലൂല. ബാങ്കിന് മുമ്പ് സ്വലാത്ത് അത് പാടില്ല, ബിദ്അത്താണ്. ഫത്തുൽ മുഈൻ എഴുതിയ സയ്യിദ് മഖ്ദൂം റഹിമഹുല്ലാഹ് ഫത്തുൽ മുഈനിൽ ചോദ്യം വന്നു, ഈ സ്വലാത്തിനെ പറ്റി പരാമർശം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങൾ എവിടെയും രേഖയായി കാണുന്നില്ല. സയ്യിദ് മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്രയിൽ അദ്ദേഹത്തിന് ചോദ്യമുണ്ടായി ബാങ്കിന് മുമ്പുള്ള സ്വലാത്തിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, പ്രത്യേകമായ പുണ്യം, പ്രത്യേകമായ സുന്നത്തും വിചാരിച്ചുകൊണ്ടാണ് ആ സ്വലാത്ത് എങ്കിൽ തടയപ്പെടേണ്ടതാണ്. ഇവിടെ ഫത്താവൽ കുബ്രയിൽ സയ്യിദ് മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജർ ഹൈതമിയുടെ ഫത്വ സമാഹാരമായ ഫത്താവൽ കുബ്രയിൽ ഒന്നാം വാള്യത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറയാ, ആ സ്വലാത്ത് ബിദ്അത്താണ്, അത് തടയണം. നമ്മുടെ പള്ളിക്കലുണ്ടാവും, ദർസുള്ള പള്ളിയാണെങ്കിൽ പള്ളിക്കലുണ്ടാവും ഫത്താവൽ കുബ്ര. ശബ്ദം കേൾക്കുന്ന ഈ പള്ളി ബാങ്ക് കൊടുത്ത മുഅല്ലിമോ, അയാളുടെ മല്ലാക്കയോ, ഇവിടുത്തെ ഉസ്താദോ, അവിടുത്തെ മുദരിസോ, അവിടുത്തെ ഖതീബോ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഫത്താവൽ കുബ്ര ഒന്ന് മടച്ചു നോക്കിയിട്ട് ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പെടുത്തുക. ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, കോപ്പി ഞങ്ങൾ കൊടുത്തേക്കാം. അങ്ങനെ ഫത്താവൽ കുബ്ര കാണുന്നില്ല എന്നാണെങ്കിൽ കിതാബ് വേണേ കൊടുത്തേക്കാം, കോപ്പി കൊടുത്തേക്കാം, വാള്യൂം പേജും വേണോ നോക്കി പറഞ്ഞു തരാം. ഫത്താവൽ കുബ്രയിൽ ബാങ്കുമായി ബന്ധപ്പെട്ട അധ്യായത്തിലാണ് പരാമർശമുള്ളത്. തടയണമെന്നാണ് എഴുതി വെച്ചത്. നമ്മളെ പള്ളിക്കോ ഇത് തടഞ്ഞോനത്തിന് തടയണം എന്നാ. ഇത് ശരിയല്ല, നിങ്ങൾ ചൊല്ലരുത് എന്ന് പറഞ്ഞാൽ കണ്ടോ സ്വലാത്തിനെതിരാണ്, സ്വലാത്തിനല്ല എതിരെ. ഫത്താവൽ കുബ്രയിൽ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് ഏത് സ്വലാത്തിനെയാണോ എതിർത്തത് ആ സ്വലാത്തിനെയാണ് എതിർത്തത്. അങ്ങനെ നോക്കിയാൽ എത്ര ദുരാചാരങ്ങൾ, ദീനിന്റെ മറവിൽ ഇല്ലാത്ത ദിക്റുകളും ഇല്ലാത്ത ദുആകളും ഇല്ലാത്ത സ്വലാത്തുകളും ഇല്ലാത്ത വിശ്വാസങ്ങളും, എന്നിട്ട് സമൂഹം വീർപ്പുമുട്ടുക. എവിടെയും തിരിയാനും പറയാനും അയക്കാതെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ചു. ഏറ്റവും അധികം അന്ധവിശ്വാസമുള്ളത് മരണവുമായി ബന്ധപ്പെട്ട് 3, 7, 14, 40 ആണ്ടുമായി എത്ര ആചാരങ്ങൾ സുന്നത്തിലുണ്ടോ ജമാഅത്തിലുണ്ടോ അത് മാത്രം അന്വേഷിച്ചാൽ മതി. എന്താ സ്വഹാബത്തിന്റെ നടപടിക്രമം? നമ്മുടെ നാട്ടിൽ തന്നെ പഴയ കാലത്ത് തൊട്ടു മുമ്പത്തെ തലമുറയിൽ വരെ പരിചയമുണ്ടായിരുന്ന ഒന്നല്ലേ, മരിച്ചാല് അയൽവാസികൾ ഭക്ഷണമുണ്ടാക്കി അങ്ങോട്ട് കൊടുത്തയക്കണം മരിച്ച വീട്ടിക്ക് 3 ദിവസം. നമ്മളൊക്കെ ചെയ്തിരുന്നു മുമ്പൊക്കെ. അധികം കാലമായിട്ടില്ല, ഒരു 10, 25 കൊല്ലം മുമ്പ് വരെ നമ്മുടെയൊക്കെ നാട്ടിൽ എനിക്ക് പോലും ഓർമ്മയുണ്ട്. അന്നൊക്കെ നമ്മുടെ നാട്ടിലെ പതിവാണ് മരിച്ച വീട്ടിലേക്ക് അയൽവാസികൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. അതെന്തിനാ? അത് റസൂൽ പഠിപ്പിച്ചതാ, അത് സുന്നത്തമായത്താ. അത് സുന്നത്തിലുണ്ട്, ജമാഅത്തിൽ ഉണ്ട്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു,
ഇസ്നഉ ലിആലി ജഅഫറിൻ തുആമാ, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. ഫഇന്നഹു അതാഹും മാ യുശ്ഗിലുഹും, അവർക്കിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സുഖതല്ല, ആ ചിന്തയുമായി ഏർപ്പാടൊന്നല്ല, അവർ അശ്രദ്ധയിലാണ്, ദുഃഖത്തിലാണ്, വിഷമത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ജഅഫറിന്റെ കുടുംബത്തിന് കൊടുക്കണേ. അതിന് പിന്നെ മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, ജഅഫർ മരിച്ച വിവരമറിഞ്ഞ് കുടുംബങ്ങളൊക്കെ പാടെ കൂടും, അപ്പൊ അവർക്ക് എല്ലാവർക്കും പാറ്റുണ്ടാക്കി കൊടുക്കാനാ നബി പഠിപ്പിച്ചത് എന്നാക്കി മാറ്റി. MP മുസ്തഫ ഫൈസി അങ്ങനെ പ്രസംഗിച്ച CD പോലും. അവിടെ സദ്യ ഉണ്ടാക്കാൻ തെളിവായിട്ടായി ഹദീസ് വന്നത്. പലക്കാരെ ഉണ്ടാക്കൂല, അവരുടെ അയൽവാസികൾ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത് അവരെ തീറ്റിക്കണേ എന്ന് പറഞ്ഞത് കുടുംബത്തിനുണ്ടാക്കി കൊടുക്കാനല്ലേ. അപ്പൊ കുടുംബക്കാരൊക്കെ പാടെ വിളിച്ചുകൂട്ടി ഓരൊക്കെ പാടെ വന്ന് അവർക്ക് ഉണ്ടാക്കണമെന്നാക്കി മാറ്റി. സുന്നത്തിനും ജമാഅത്തിനുമുള്ളത് അയൽവാസി ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ നാട്ടിലുള്ളത് മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അയൽവാസി മുഴുവൻ വിളിച്ചുകൂട്ടി അവരെ തീറ്റിക്കുക. മരിച്ചാ പിന്നെ ആദ്യത്തെ 2-3 ദിവസം തൊട്ടടുത്ത വീട്ടിൽ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മയ്യത്ത് മറയത് പോകുമ്പോ തന്നെ പറയും, നാളെ രാവിലെ അങ്ങോട്ട് പോരിട്ടോ, എല്ലാവർക്കും പിന്നെ ഫുഡ് അവിടെ മരിച്ച വീട്ടിൽ. അങ്ങനെ രൂപം മാറി എല്ലാ രംഗത്തും. 7-ാമത്തെ ദിവസം പ്രത്യേകമായ ആചാരങ്ങൾ, 14 വേറെ ആചാരങ്ങൾ. ഫതുൽ മുഈൻ വ്യാഖ്യാനമായ ഇആനത്തുൽ ത്വാലിബീൻ, ഫതുൽ മുഈൻ വ്യാഖ്യാനമായ ഇആനത്തുൽ ത്വാലിബീൻ. ആ ഇആനത്തുൽ ത്വാലിബീനിൽ ചോദ്യമുണ്ട്. എന്താ? മരിച്ചതിന്റെ പേരിൽ 7-നും 14-നും 40-നും എല്ലാം ഉണ്ടാക്കുന്ന സദ്യകൾ, ആ സദ്യകൾ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിലെ ഭരണാധികാരി അത് തടയുന്നുവെങ്കിൽ ആ ഭരണാധികാരിക്ക് കൂലി കിട്ടുമോ ഇല്ലേ? എന്താ ചോദ്യം? 3-ഉം 14-ഉം 7-ഉം ഒക്കെ നടക്കുമ്പോ അത് പാടില്ല ഗവൺമെന്റ് ഓർഡർ ഇട്ടാൽ ആ ഗവൺമെന്റിന് ആ ഭരണാധികാരിക്ക് കൂലി ഉണ്ടാകുമോ? ഇസ്ലാമിക രാജ്യത്തെ ചോദ്യം. മറുപടി എന്താ? തീർച്ചയായും കൂലി കിട്ടുന്ന, തീർച്ചയായും കൂലി കിട്ടും. കാരണം അത് സുന്നത്തിനെ ജീവിപ്പിക്കലാണ്, ബിദ്അത്തിനെ തകർക്കലാണ്. മാത്രമല്ല ആ ഭക്ഷണം ബിദ്അത്താണ്. കഇജാബത്തിഹിം ലിദാലിക, ആ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കലും പാടില്ലാത്ത കാര്യമാണ്. എവിടെ? ഫതുൽ മുഈന്റെ വ്യാഖ്യാനമായ ഇആനത്തുൽ ത്വാലിബീൻ സയ്യിദ് ബക്കരി. ഭക്ഷണത്തിന് പോകല്, ആ വിളിക്ക് ഉത്തരം ചെയ്യല്, അതുപോലും പാടില്ല എന്ന് ഫതുൽ മുഈന്റെ വ്യാഖ്യാനത്തിൽ. ആ കിതാബ് ഓതി കൊടുക്കുന്ന മനുഷ്യന്മാരോ എല്ലാ ദിവസവും ആ ഭക്ഷണം കഴിക്കാൻ പോകും ചെയ്യുന്നു. അവന്റെ പണി എന്താ? ഈ കിതാബ് ഓതി കൊടുക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കുക. ആ പഠിപ്പിച്ചു കൊടുത്ത ക്ലാസ്സാണ് വിട്ടിട്ട് ഉസ്താദും കുട്ടികളും ഒന്നാകെ പോകുക എവിടേക്ക്? മരിച്ച വീട്ടിക്ക്. ഓതി കിതാബ് എന്താ ഉള്ളത്? ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, അത് തടുത്താ കൂലിയിട്ടും. ആ കിതാബ് ഓതിക്കൈ കിതാബും പൂട്ടിച്ചിട്ട് മക്കളെ വഴി നമുക്കൊന്ന് കണ്ണോക്കുണ്ട്, നമുക്കൊന്ന് അടിയന്തരണ്ട്, നമുക്കൊരു ആണ്ടുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവുക. ഇതാണോ സുന്നത്ത് ജമാഅത്ത്? അങ്ങനെ ഉണ്ടോ സുന്നത്ത് ജമാഅത്തിലും? ഇങ്ങനെ എന്തിനും ഏതിനും പ്രമാണ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രീതിയാണ് മുസ്ലിം ഉമ്മത്തിലുണ്ടായത്. പിന്നെ മൗലവിമാർ എന്തു പറഞ്ഞാലും ആളുകൾക്ക് പിന്നെ ചോദ്യമില്ലല്ലോ, അതാണ് സ്വീകരിച്ചോളും. ഇതിപ്പോ ഈ വലിയ ഉദഹിയത്ത് ഒരു ലഘു പഠനം, ഉദഹിയത്ത് ഒരു ലഘു പഠനം എന്ന പേരിൽ ഇപ്പൊ ഈ ബലിപെരുന്നാളിടയ്ക്ക് ഒരു ചെറിയ പുസ്തകം നമ്മൾ അടുത്ത നാട്ടുന്നത്. അതിൽ അവസാനം പറയാം, ഉദഹിയത്ത് കഴിഞ്ഞിട്ട് പിന്നെ അഖീഖത്തും പറയുന്നുണ്ട്. അവിടെ പറയാം, കുട്ടിക്ക് ആദ്യം പേര് വിളിക്കുക, ഇതിനെ മര്യാദ പഠിപ്പിക്കുക, പിന്നെ അറവ് നടത്തുക, പിന്നെ മുടി കളയുക, തലയിൽ സുഗന്ധം പൂശുക എന്നിങ്ങനെയാണ് സുന്നത്ത്. ഏത് സുന്നത്ത് നമുക്കറിയാം. മുടിയുടെ തൂക്കം പൊന്ന് ദാനം ചെയ്യലും പ്രത്യേകം സുന്നത്താണ്. സ്വർണം കൊടുക്കാൻ കഴിയാത്തവർ ആ തൂക്കം വെള്ളിയെങ്കിലും ദാനം ചെയ്യണം. അത് പിന്നെ ഹദീസിൽ പ്രയോഗമുണ്ട് എന്നെങ്കിലും വിചാരിക്കാം. അഖീഖത്ത് അറുക്കുന്ന ആൺകുട്ടിക്ക് 2 ആടും പെൺകുട്ടിക്ക് 1 ആടുമാണ് ശ്രേഷ്ഠത. മാടാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് തന്നെ മതി. ആടിൽ ഉദഹിയത്ത് പോലെ മറ്റാർക്കും പങ്കുചേരാൻ പറ്റില്ല.
മറ്റു മൃഗമാണെങ്കിൽ 7 കുട്ടികൾക്ക് വരെ ഇതിൽ പങ്കുചേർന്നും അറുക്കാം. 7 കുട്ടികൾക്ക് വേണ്ടി ഒറ്റ മൃഗം. അപ്പൊ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് വിളിച്ചുകൂട്ടിട്ട് 7 ആക്കി വേണ്ടി ഒറ്റ അക്കീകത്ത് മതി അർത്ഥം. എന്നിട്ടോ രക്ഷിതാക്കൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾ അന്ന് അറുത്തിട്ടില്ലെങ്കിൽ അവരുടെ അക്കീക്ക ഇപ്പോൾ ഈ കൂട്ടത്തിൽ കരുതിയാൽ ആ സുന്നത്തും കിട്ടും. കുട്ടിന്റെ അക്കൈകാക്കുമ്പോ വാപ്പാക്ക് ഓർമ്മ എനിക്ക് പണ്ട് അർത്ഥത്തില്ലല്ലോ, ഞാൻ നെയ്യത്തിൽ അതും കൂടി വിചാരിച്ചാൽ മതി, ഇതെന്റെ കുട്ടിക്കൊന്നും എനിക്കും കൂടിയാണ്. അപ്പൊ ഞാൻ മോദരിയും കൂട്ടമാണ്, മോദരിക്ക് പണ്ട് അർത്ഥത്തില്ലെങ്കിൽ മൂപ്പരും ഷെയർ കൂട്ട. എന്നിട്ട് പറയാ അക്കൈക്കത്തിന്റെ മാംസം മധുരം ചേർത്ത് വേവിച്ചു കൊടുക്കലാണ് സുന്നത്ത്. വേവിച്ചു കൊടുക്കാൻ പറഞ്ഞ ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. മധുരം ചേർത്ത് വേവിച്ചു കൊടുക്കൽ എന്താ നമുക്കറിയില്ല. എല്ല് പൊട്ടിക്കാതെ കിണപ്പിൽ കഴിച്ചിടുകയാണ് വേണ്ടത്. മുസ്ലിം പേറ്റാട്ടി കുട്ടിയെടുക്കുന്ന പെണ്ണുണ്ടെങ്കിൽ അതിന്റെ വലത്തെ തുട അവൾക്ക് പച്ചയിൽ കൊടുക്കണം. ഇസ്ലാമിന്റെ നിയമം അതൊക്കെ. കുട്ടിയെടുക്കാൻ പോലെ പെണ്ണ് മുസ്ലിം ആണെങ്കിൽ പോത്തിന്റെ വലത്തെ തുട ഓൾക്ക്. വെറുതെ മാട്ടിൽ പണ്ട് ഒസാമാർക്ക് വലത്തെ തുടന്നൊക്കെ ഒരു ഫത്വയാണ്. ഇങ്ങനത്തെ ഓരോ മൂലമാര് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ. പിന്നെ ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് ചേലാകർമ്മം. അത് പിന്നെ വിഷയം മാറി. അപ്പൊ ഇങ്ങനെ ഓരോ ഫത്വ കൊടുക്കണേ, അത് എവിടുന്നേ കിട്ടിയ ചോദ്യമൊന്നുമില്ല. ഇത് ആരാ പഠിപ്പിച്ചത്, ഏത് കിതാബിലുള്ളത്, അതൊന്നുമില്ല. ഒരു സ്ഥലത്ത് ഒരു മുടിയാഴ്ചന് പോയപ്പോ അവിടുന്ന് ഒരു ഫത്വ കുട്ടിന്റെ തലയിലും പോത്തിന്റെ കഴുത്തിലും ഒപ്പം കത്തിയേക്കണം. അങ്ങനെ പോത്തിനെ തല്ലിട്ട് കയ്യും കാലം കെട്ടി മറച്ചിട്ടിട്ട് അറക്കാൻ നിൽക്കുമ്പോൾ അവിടുന്ന് പിടിക്കുക ആയിട്ടില്ല, കുട്ടിനെ തലയിൽ കത്തി വെച്ചിട്ടില്ല. അങ്ങനെ ഈ സാധു മൃഗത്തിന് ഒരു 10 മിനിറ്റ് ആകെ എടുത്ത അവിടെ റെഡി ആയിട്ടില്ല. ഒരു മോചനത്തൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുക. മൂപ്പട് ചോദിച്ചിട്ട് മൂപ്പരിലും പറയണ്ടേ അതിന്റെ ആവശ്യം ഞങ്ങളുടെ അർത്ഥോളി, ഞാൻ അതുമില്ല. അപ്പൊ ഇത് കണ്ട് സഹി കെട്ടു സാധാരണക്കാരൻ പറഞ്ഞു ഒരു കത്തി മോചന കൗത്തിനും വെച്ചാളിയാണ്. ഒന്ന് പോത്തിന്റെ കഴുത്തിനും ഒന്ന് കുട്ടിയുടെ തലയിലും ഒന്ന് മോതിര കഴുത്തിനും വെച്ചാളിതാണ്. കാരണം ഈ മുണ്ടാപ്രാണി ഈ കൊടുത്ത് ഇടങ്ങാറാക്കി ആ മോതിരക്ക് 10 കൊടുത്തൂടെ, നിങ്ങൾ അർത്ഥോടെ അങ്ങനത്തെ ഒന്നും ഇല്ലാന്ന്. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഒക്കെ 10 പണ്ട് കൊടുക്കാൻ അറിയാന്നൊരു പറയില്ല. എല്ലാത്തിലും വകുപ്പുണ്ടാക്കി. അതിന്റെ ഫലം എന്തായി? ധാരാളം ബിദ്അത്തുകൾ മുസ്ലിം ഉമ്മത്തിൽ കടന്നുകൂടി. ഏതു രംഗമെടുത്താലും അവിടെയെല്ലാം ബിദ്അത്തുകളാൽ സമ്പന്നമാണ്. നിസ്കാരമായിക്കോട്ടെ, നോമ്പായിക്കോട്ടെ, സക്കാത്തായിക്കോട്ടെ, ഹജ്ജായിക്കോട്ടെ, എവിടെയും ബിദ്അത്തുകളാൽ സമ്പന്നം. ധാരാളം ബിദ്അത്തുകൾ, ധാരാളം അന്ധവിശ്വാസങ്ങൾ. നിസ്കാരത്തിലൊക്കെ പറയേണ്ട അത്രയേറെ ബിദ്അത്തുകൾ നിസ്കാരത്തിൽ വന്നു. ആളുകൾക്ക് മര്യാദക്ക് നിസ്കരിക്കാൻ പോലും അറിയാത്ത സാഹചര്യമുണ്ടായി. എന്താ ചെയ്യേണ്ട, എന്താ ചൊല്ലണ്ടി ഒന്നറിയില്ല. എല്ലാരും കാട്ടിക്കൂട്ടണം എന്താ അതാണ് ചെയ്യുന്നേ, അതിനപ്പുറത്ത് പറഞ്ഞില്ല. സ്ഥിരമായി ചെയ്യുന്ന ബിദ്അത്തുകൾ, അതേപോലെ പ്രത്യേക സീസണൽ ബിദ്അത്തുകൾ എല്ലാം വന്നു. പുതിയ പുതിയ നിസ്കാരമുണ്ടായി. റഗായിബ് നിസ്കാരം പോലെ, സ്വലാത്തുൽ ഹാജ പോലെ, തസ്ബീഹ് നിസ്കാരം പോലെ എല്ലാമുള്ള നമസ്കാരങ്ങൾ പിൽക്കാലത്ത് ഉണ്ടായി വന്നു. റഗായിബ് നിസ്കാരം നമ്മുടെ നാട്ടിലില്ല. കാരണം ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എത്താത്തോണ്ടല്ല, അത് ഒക്കാത്തോണ്ടാണ്. റഗായിബ് നിസ്കാരം 100 റക്അത്താണ്. ഓരോ റക്അത്തിലും 10 വീതം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. അപ്പോൾ 100 റക്അത്തുണ്ട് 1000 സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ അത് മൂലമാര് വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കൂല. കാരണം ഓർക്ക് ഫർളന്നെ മൂലമാർക്ക് പലർക്കും മടിയാ. പിന്നല്ലേ ഇനിയിപ്പോ 1000 ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് 100 റക്അത്ത് തരാല് അതിന് മാത്രം ഇഖ്ലാസ് ഒന്നും ഓർക്കില്ല. അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ അത് വന്നിട്ടില്ല. പല രാജ്യങ്ങളിലും അതുണ്ട്. അതേപോലെ സ്വലാത്തുൽ ഹാജ എന്ന പേരിൽ അതും ഹദീസിൽ വന്ന കാര്യമല്ല. ഹദീസിൽ വന്നതുണ്ട് സ്വലാത്തുൽ ഇസ്തിഖാറ. അത് ഈ നാട്ടിൽ ആർക്കറിയാം? പലർക്കും അറിയില്ല. സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയത്തുള്ള നിസ്കാരം ആർക്കറിയാം? ഈ പ്രാവശ്യം മഴയില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം സമുദായത്തെ പഠിപ്പിച്ചു സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയത്തുള്ള നിസ്കാരം എന്ത് അങ്ങനെ സുന്നത്തുണ്ടെന്ന് പഠിപ്പിച്ചപ്പോ മുജാഹിദ് ആണെന്ന് പറയുന്ന ചില മനുഷ്യന്മാർക്കടക്കം അത് ദഹിക്കണില്ല. അതിനെയും പരിഹസിക്കാൻ ചില രംഗത്ത് വന്നു. അപ്പൊ ഹദീസിലുള്ള നിസ്കാരം ആളുകൾക്കറിയാം, ഇല്ലാത്തൊക്കെ പരിചയമുണ്ട്. തസ്ബീഹ് നിസ്കാരം അതെല്ലാവർക്കും അറിയാം. ഹദീസ് സ്വഹീഹല്ല. അബൂദാവൂദും തിർമിദിയും ഉദ്ധരിച്ച റിപ്പോർട്ടിലുണ്ട്, പക്ഷെ റിപ്പോർട്ട് സ്വഹീഹല്ല.
അതേപോലെ ഇല്ലാത്ത നോമ്പുകൾ, മിറാജ് നോമ്പ് പോലെ, ബറാത്ത് നോമ്പ് പോലെ, ഇതൊക്കെ എവിടുന്ന് ഉണ്ടായി? ആർക്കും വല്ല പിടുത്തല്ല. മിറാജ് നോമ്പിന് ഹദീസ് എന്താ? റജബ് 27-ന് ആരെങ്കിലും നോമ്പ് നോറ്റാൽ 2 മാസം നോമ്പ് നോറ്റ കൂലി കിട്ടും. ആരാ പറഞ്ഞത്? അറിയില്ല. എവിടെ ഉള്ളത്? അറിയില്ല. ഹദീസ് കിതാബിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ലോകത്ത് 200 ചില്ലാനം ഹദീസ് കിതാബുണ്ട്. ഈ ഹദീസ് കിതാബുകളിൽ എവിടെങ്കിലും ഉണ്ടോ ഈ ഹദീസ്? ഇല്ല. റസൂല് പഠിപ്പിച്ചു വന്ന സനദുണ്ടോ? ഇല്ല. പിൽക്കാലക്കാട് ചില ഗ്രന്ഥങ്ങളിൽ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴുക്കം മറ്റിൽ ആരോ പിൽക്കാലക്കാർ പറഞ്ഞു പ്രചരിപ്പിച്ചു. അത് ഏറ്റെടുത്തിങ്ങനെ പോന്നു. അതിലും എന്തില്ല? മിറാജ് നോമ്പ് ഇല്ല. അതിലുമുള്ള എന്താ? റജബ് 27 നോമ്പ് നോറ്റാല്ല. മിറാജ് എന്നാ? പണ്ഡിതന്മാർക്ക് ധാരാളം അഭിപ്രായങ്ങൾ ഉണ്ടതിൽ. എന്നാന്ന് ഉറപ്പില്ല. സ്വഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ 10 അഭിപ്രായം കൊടുത്തിട്ടുണ്ട് മിറാജ് എന്നാണ്. എന്താ അഭിപ്രായ വ്യത്യാസം വന്നത്? അല്ലാഹു റസൂൽ മിറാജ് യാത്ര കഴിഞ്ഞിട്ട് പിന്നെയും കൊല്ലങ്ങൾ ജീവിച്ചു. ആ കൊല്ലങ്ങളിൽ എന്നെങ്കിലും അല്ലാഹുവിന്റെ റസൂല് ഇന്ന് മിറാജാണ്, അതുകൊണ്ട് നോമ്പ് നോക്കണമെന്ന് പഠിപ്പിച്ച് റസൂൽ നോമ്പ് നോറ്റിരുന്നുവെങ്കിൽ, സ്വഹാബത്ത് നോറ്റിരുന്നുവെങ്കിൽ മിറാജ് നോമ്പ് എന്നാ തർക്കമുണ്ടാവോ? ഇല്ല. പക്ഷെ തർക്കമുണ്ടായി. എന്തുകൊണ്ട്? അടുത്ത വർഷങ്ങളിൽ ആ ദിവസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അന്ന് എന്തെങ്കിലും ഒന്ന് പ്രവാചകൻ ചെയ്തില്ല. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലോ മിറാജ് എന്താ വെച്ചാൽ എല്ലാവർക്കും ഉറപ്പാ റജബ് 27. ആ ഉറപ്പ് എവിടുന്ന് കിട്ടി? നബവി ഇമാമിനും ഇമാം അസ്ഖലാനിക്കും ഒന്നും കിട്ടാത്ത ഉറപ്പ് എവിടുന്ന് കിട്ടി? ഇന്നലെ അന്ന് പ്രത്യേക നോമ്പുണ്ടാക്കി. ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിയാർ പ്രസംഗിച്ചത് അല്ലാഹുവിന്റെ റസൂല് മിറാജ് യാത്ര പോയപ്പോഴും നോമ്പാണ്, തിരിച്ചു വന്നപ്പോഴും നോമ്പാണ്. മിറാജ് യാത്ര രാത്രിയിലാണ് എന്നത് പോലും ആ മോദിനെ ഓർത്തില്ല. റസൂല് പോയത് രാത്രിയാണ്, സുബൈക്ക് മുമ്പ് തിരിച്ചെത്തും ചെയ്തു. എന്നിട്ട് പറയാ പോകുമ്പോൾ നോമ്പുണ്ട്, വരുമ്പോഴും നോമ്പുണ്ട്. അണ്ട് പറയുന്നേ തിരിച്ച് ആലോചിക്കാനുള്ള ബുദ്ധി ആളുകൾക്ക് ഇവര് കൊടുത്തിട്ടില്ലല്ലോ. ചിന്തിക്കാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞാൽ വിശ്വസിച്ചോ എന്ന രൂപത്തില് ഉസ്താദ് എന്ത് പറഞ്ഞാലും അത് സ്വീകരിച്ചോളണം എന്നല്ലേ പറഞ്ഞു പഠിപ്പിച്ചത്. അങ്ങനെ മിറാജ് നോമ്പുണ്ടായി, ബറാത്ത് നോമ്പുണ്ടായി. അതേപോലെ ഇനി നബിദിനാഘോഷം അത് എവിടുന്നാ വന്നത്? ഷിയാക്കളിൽ നിന്ന്. സുന്നത്തല്ല, ജമാഅത്തല്ല. നേരത്തെ ചോദിച്ച ചോദ്യം അവിടെയും ചോദിക്കാം. ഉസ്താദ് നബിദിനാഘോഷം സുന്നത്തിലുണ്ടോ ജമാഅത്തിലുണ്ടോ? രണ്ടാൽ ഒന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ചെയ്യുന്നവൻ അഹ്ലുസുന്ന വൽ ജമാഅ. രണ്ടിലും ഇല്ലെങ്കിൽ ചെയ്യാത്തവൻ അഹ്ലുസുന്ന വൽ ജമാഅ. അല്ലാഹുവിന്റെ റസൂല് 23 കൊല്ലം ജീവിച്ചു നബി ആയിക്കൊണ്ട്. ആ 23 കൊല്ലങ്ങളിൽ 22 റബീഉൽ അവ്വൽ കടന്നുപോയി. 23ാമത്തെ റബീഉൽ അവ്വലിൽ റസൂൽ വഫാത്തായി. ഒരൊറ്റ റബീഉൽ അവ്വലിൽ പ്രവാചകർ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ആയിഷ ബീവി 48 കൊല്ലം ജീവിച്ചു, അവർ ആഘോഷിച്ചില്ല. 2.5 കൊല്ലം സിദ്ദീഖുൽ അക്ബർ ഖലീഫയായി, അന്ന് ആഘോഷിച്ചില്ല. 10 കൊല്ലം ഉമർ ഖത്താബ് ഖലീഫയായി, അവർ ആഘോഷിച്ചില്ല. 4 ഖലീഫമാരും കൂടെ 30 കൊല്ലം ഭരണം നടത്തി. ആ 30 കൊല്ലങ്ങളിൽ ആഘോഷമുണ്ടായില്ല. പ്രവാചക സ്വഹാബിമാർ, നബി അങ്ങേയറ്റം സ്നേഹിച്ച, ജീവനേക്കാൾ സ്നേഹിച്ച നബിയുടെ സ്വഹാബിമാർ 100 കൊല്ലത്തോളം അവർ ജീവിച്ചിട്ട് ആ 100 കൊല്ലങ്ങൾക്കിടയിൽ ഒരു കൊല്ലത്തിന് പോലും നബിദിനാഘോഷമുണ്ടായില്ല. താബിഈങ്ങൾ ആഘോഷിച്ചില്ല, താബികൾ ആഘോഷിച്ചില്ല. ഇമാം ഷാഫിക്ക് പരിചയമില്ല, അബൂ ഹനീഫ ഇമാമിന് പരിചയമില്ല, ഇമാം മാലിക്കിന് പരിചയമില്ല, ഇമാം അഹ്മദിന് പരിചയമില്ല. ഉസ്താദിനോട് ചോദിക്കാം, ഉസ്താദേ നമ്മൾ ഷാഫി മദ്ഹബാണെന്നാ പറയുന്നത് എങ്കിൽ ഇമാം ഷാഫിഈ നബിദിനം ആഘോഷിച്ചുവോ? ഇമാം ഷാഫിഈ നബിദിനം ആഘോഷിച്ചുവോ? ഷാഫി ഇമാമിന്റെ കിതാബിൽ എവിടെയെങ്കിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ടോ? ഇല്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ധാരാളം കിതാബ് എഴുതിയിട്ടുണ്ട്. കിതാബുൽ ഉമ്മ പോലുള്ള, ഇഖ്തിലാഫുൽ ഹദീസ് പോലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ ഇമാം ഷാഫി എഴുതി. ഹദീസിൽ എഴുതി, തഫ്സീറിൽ എഴുതി, ഫിഖ്ഹിൽ എഴുതി, ഉസൂലുൽ ഫിഖ്ഹിൽ എഴുതി, ഉസൂലുൽ ഹദീസിൽ എഴുതി. ഒട്ടുമിക്ക മേഖലകളിലും ഇമാം ഷാഫിക്ക് കിതാബുണ്ട്. ആ ഇമാം ഷാഫിയുടെ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബില് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവുമുണ്ടോ? കാണില്ല. ഒറ്റ പരാമർശം കാണില്ല. പിന്നെ എങ്ങനെ ഷാഫി മദ്ഹബാവ്? പിന്നെ എങ്ങനെ സുന്നത്തമായത്താവുക?
അല്ല ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് ചെയ്യുന്നവൻ ഷാഫി മദ്ഹബുകാരനാണ്. സുന്നത്തിലും ജമാഅത്തിലും ഉണ്ടോ എങ്കിൽ അത് ചെയ്യുന്നവരാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. പ്രവാചകന്റെ സുന്നത്തിലും സ്വഹാബത്തിന്റെ ജമാഅത്തിലും നബിദിന ആഘോഷമുണ്ടെങ്കിൽ എന്നിട്ടും അത് പാടില്ലെന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞാൽ ആ മുജാഹിദീങ്ങൾ പുത്തൻവാദികളാണ്. അത് ചെയ്യുന്നവൻ സുന്നത്തമാത്താണ്. അല്ല റസൂലുള്ളാഹിക്ക് പരിചയമില്ല, സ്വഹാബത്തിനും പരിചയമില്ല, സുന്നത്തിൽ അതില്ല, ജമാഅത്തിൽ അതില്ല എങ്കിൽ അത് ചെയ്യുന്നവൻ പുത്തൻവാദിയാണ്, അത് ഒഴിവാക്കുന്നവൻ അഹ്ലുസ് സുന്ന വൽ ജമാഅയാണ്. അന്വേഷിച്ചാൽ എത്ര പെട്ടെന്ന് ഉത്തരം കിട്ടും. വേണ്ട, മുഹീദ്ദീൻ ശൈഖിന് പരിചയമുണ്ടോ നബിദിനാഘോഷം? മുഹീദ്ദീൻ ശൈഖ് എഴുതിയ 3 കിതാബ് അൽ ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ്, അതേപോലെ അൽ ഗുഞ്ഞ ലിത്വാലിബി ത്വരീഖിൽ ഹഖി, ഈ 3 കിതാബാണ് മുഹീദ്ദീൻ ശൈഖ് എഴുതിയ കിതാബായി നമുക്ക് ലഭ്യമായത്. ആ 3 കിതാബുകളിൽ എവിടെയെങ്കിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും വന്നോ? നബിയെ കുറിച്ച് പരാമർശമുണ്ട്, നബിയെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിനെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിനെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബിദിനാഘോഷത്തെ പറ്റി പരാമർശമുണ്ടോ? ശൈഖ് ജീലാനി വിശുദ്ധ ഖുർആനിൽ അദ്ദേഹം നൽകിയ വിശദീകരണങ്ങൾ, അദ്ദേഹത്തിന്റെ വഅദുകളിൽ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ, അദ്ദേഹം നൽകിയ ഉപദേശങ്ങളിൽ, അദ്ദേഹം ഉദ്ധരിച്ച ആയത്തുകൾ, അദ്ദേഹം നൽകിയ വ്യാഖ്യാനങ്ങൾ, അത് പിൽക്കാലത്തുള്ളവർ ക്രോഡീകരിച്ചുകൊണ്ട് തഫ്സീറാക്കി ഇന്ന് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. തഫ്സീറുൽ ജീലാനി എന്ന പേരിൽ, തഫ്സീറുൽ ജീലാനി എന്ന പേരിൽ അദ്ദേഹം തഫ്സീർ എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വഅദുകളിൽ അദ്ദേഹം ഉപയോഗിച്ച ആയത്തുകൾ, അദ്ദേഹം നൽകിയ വ്യാഖ്യാനങ്ങൾ, ആ വ്യാഖ്യാനങ്ങൾ തപ്പിപ്പിടിച്ച് അത് ക്രോഡീകരിച്ച് അതൊരു കിതാബാക്കി 6 വാള്യങ്ങളായി തഫ്സീറുൽ ജീലാനി ഇന്ന് ലഭ്യമാണ്. ആ തഫ്സീർ ജീലാനിയിൽ നബിദിനാഘോഷമുണ്ടോ? പരാമർശിച്ചുവോ? ഇല്ല. അത് ചെയ്യുന്നവൻ എങ്ങനെ സുന്നത്തമായിത്താകും? അതോ അവരൊക്കെ വഴി സ്വീകരിച്ച് അത് ഒഴിവാക്കുകയാണോ വേണ്ടത്? അങ്ങനെ എടുത്താൽ ഏതേത് പരിശോധിച്ചാലും, സുബഹിയുടെ കുലൂത്താണെങ്കിലും, അതേപോലെ നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാണെങ്കിലും, അവിടെ ഇങ്ങോട്ട് ഏതൊക്കെ എടുത്താലും ഇതേ സമാനമായ രീതിയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയെല്ലാം ഒറ്റ ചോദ്യം ചോദിക്കാൻ നമ്മൾ പഠിച്ചാൽ മതി, ഉസ്താദേ ഇത് സുന്നത്തിലുണ്ടോ അതോ ജമാഅത്തിലുണ്ടോ? അത് രണ്ടിലും ഉണ്ടോ? നമുക്ക് ചെയ്യാം. രണ്ടിലും ഇല്ലേ, ആര് ചെയ്താലും ശരി ചെയ്യാൻ പറ്റില്ല. 1000 കൊല്ലമായി ചെയ്തു പോരുന്നു, നമുക്ക് വേണ്ട. 1000 കൊല്ലത്തെ മുസ്ലിമീങ്ങൾ ചെയ്തതാണെങ്കിലും നമുക്ക് ആവശ്യമില്ല. മാലിക്കി മദ്ഹബിൽ ശവ്വാലിലെ 6 നോമ്പ് കറാഹത്താണ്. റമദാന് ശേഷം ശവ്വാലിൽ 6 ദിവസം നോമ്പ് നോക്കിയാൽ കറാഹത്ത്. അഥവാ നോറ്റില്ലെങ്കിൽ കൂലി കിട്ടും, നോറ്റാൽ കുറ്റമില്ലെന്നേയുള്ളൂ. മാലിക്കി മദ്ഹബ് പ്രകാരം ആ നോമ്പ് നോറ്റില്ലെങ്കിൽ കൂലി, നോറ്റാൽ കുറ്റമില്ലാന്ന് മാത്രം, കറാഹത്താണ്. ഷാഫി മദ്ഹബിൽ നോക്കൽ സുന്നത്ത് അഥവാ ഒഴിവാക്കൽ കറാഹത്ത്. നോറ്റാൽ കൂലി, നോറ്റില്ലെങ്കിൽ കുറ്റമില്ല എന്നുള്ളൂ. എങ്ങനെ? മാലിക്കി മദ്ഹബിൽ നോറ്റാൽ കറാഹത്ത്, ഷാഫി മദ്ഹബിൽ നോറ്റില്ലെങ്കിൽ കറാഹത്ത്, നോറ്റാൽ സുന്നത്ത്. എങ്ങനെയാ അങ്ങനെ വന്നത്? ഇമാം മാലിക് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ആ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും സ്വഹീഹായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട പണ്ഡിതന്മാർ അവരാരും ഈ നോമ്പ് നോക്കുന്നതായി എനിക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നു, ശവ്വാൽ 6 ദിവസം നോമ്പ് നോക്കണം. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചപ്പോൾ ഇമാം നവവി ശറഹ് മുസ്ലിമിൽ പറഞ്ഞു, ഇമാം മാലിക്കിന്റെ വീക്ഷണം ഈ നോമ്പ് പാടില്ലെന്നാണ്. അദ്ദേഹം കാരണം പറഞ്ഞത് ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ ഇതാ ഹദീസ് സ്ഥിരപ്പെട്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹം പറയാ, അതിന് കൂടെ ഇമാം മാലിക് പറഞ്ഞ രണ്ടാമത്തെ ന്യായം എന്താ? ഞാൻ കണ്ട പണ്ഡിതന്മാർ ആരും ആ നോമ്പ് നോക്കാറുണ്ടായിരുന്നില്ല. അതിന് നബി ഇമാമിന്റെ മറുപടി,
ഇദാ സബതത്തിസ് സുന്ന, സുന്നത്ത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ലം യകുൻ ലിയുത്രക ലിതർകി ബഅദിൻ നാസ്, ചില ആളുകൾ അത് പ്രാവർത്തികമാക്കിയില്ല എന്നതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഔ അക്സരിഹിം, അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ആളുകളും ആ സുന്നത്ത് പ്രകാരം ചെയ്യുന്നില്ല എന്ന് കരുതി നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. ഔ കുല്ലിഹിം ലഹാ, എല്ലാ മനുഷ്യന്മാരും ആ സുന്നത്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. നാട്ടിലെല്ലാരും ആ സുന്നത്ത് കൈയൊഴിഞ്ഞോല, ആരും അത് ചെയ്യുന്നില്ല എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റൂല, സുന്നത്താ നോക്കേണ്ടത്. ആ നിലപാടിലേക്ക് നമ്മൾ എത്തിയാൽ മതി. ബാപ്പാട് ചെയ്തല്ലോ, വല്ലിപ്പാട് ചെയ്തല്ലോ, പൂർവികമായി കൈമാറിയതല്ലേ, പാരമ്പര്യമായി പരിചയമുള്ളതല്ലേ, നമ്മുടെ നാടെത്ര പഴക്കമുള്ള മഹല്ല, 200 കൊല്ലം മുമ്പുള്ള പള്ളിയ, അന്ന് മുതലേ ഉള്ളതാ എന്ന ന്യായങ്ങളൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് മുടിക്ക് സനദ് വേണമെന്ന് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾക്കും സനദ് വേണമെന്നർത്ഥം. സനദില്ലാത്ത ഒരു ആചാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മുടിക്ക് സനദ് വേണമെങ്കിൽ മുടിക്ക് മാത്രമല്ല, ദീനിന്റെ ഭാഗമായി എന്തെല്ലാം ഏതെല്ലാം ആചരിക്കുകയും എന്തെല്ലാം ജീവിതത്തിൽ പാലിക്കുകയും ദീനായി കൊണ്ടെടുക്കുകയും ചെയ്യുന്നുവോ അതിനെല്ലാം സനദ് നിർബന്ധമാണ്. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഇസ്നാദു മിനദ്ദീൻ, അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് പറയൽ, സനദ് ചോദിക്കൽ, സനദ് എന്ന ഏർപ്പാട് മിനദ്ദീൻ, അത് ദീനിന്റെ ഭാഗമാണ്. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ, വലൗലൽ ഇസ്നാദു, സനദില്ലായിരുന്നുവെങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശിക്കുന്നതെല്ലാം പറയുമായിരുന്നു. സനദില്ലെങ്കിൽ, എവിടുന്ന് കിട്ടിയെന്ന് ചോദ്യമില്ലെങ്കിൽ, ആര് പഠിപ്പിച്ചു എന്ന ചോദ്യമില്ലെങ്കിൽ, ലഖാല മൻ ശാഅ മാ ശാഅ, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് പറയുമായിരുന്നു, അതെല്ലാം ദീനായി വരുമായിരുന്നു. അതുകൊണ്ട് അൽ ഇസ്നാദു മിനദ്ദീൻ, ഇസ്നാദ് ദീനിന്റെ ഭാഗമാണ്. എവിടുന്ന് കിട്ടി, ആര് പഠിപ്പിച്ചു എന്ന ചോദ്യം ദീനിന്റെ ഭാഗമാണ്. താബിഈകളെല്ലാം അങ്ങനെ ചോദിക്കുമായിരുന്നു. എവിടുന്ന് ഒരു ആചാരം കേട്ടാൽ ചോദിക്കും, എവിടുന്നാ കിട്ടിയത്? കാരണം ദീന് റബ്ബിൻ്റെതാണ്, നമ്മളെ ഇഷ്ടത്തിനൊപ്പിച്ച് ദീ മാറ്റാനുള്ളതല്ല. നാട്ടു നടപ്പും പാരമ്പര്യവും മാമൂലും ഭൂരിപക്ഷവും പള്ളിക്കമ്മിറ്റി തീരുമാനവും മഹല്ല് പ്രസിഡന്റിന്റെ താല്പര്യവും എല്ലാം നോക്കിയിട്ട് ദീന് മാറ്റാൻ പറ്റില്ല. മറിച്ച് ദീനാകണമോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കണം, സ്വഹാബത്തിന് പരിചയമുണ്ടാകണം, അഥവാ സുന്നത്തിലുണ്ടാകണം, ജമാഅത്തിലുണ്ടാകണം. അതിലുണ്ടോ എങ്കിൽ ദീനാണ്, അതിലില്ലേ എങ്കിൽ ദീനല്ല. ആര് പറഞ്ഞാലും ശരി, എത്ര ആയിരം കൊല്ലത്തെ പഴക്കമുണ്ടായാലും ശരി, എത്ര പൂർവികന്മാരായി ചെയ്തു പോകുന്നതാണെങ്കിലും ശരി, പാരമ്പര്യത്തിന്റെ പിൻബലമുണ്ടായാലും ശരി, മഹാഭൂരിപക്ഷത്തിന്റെ പിൻബലമുണ്ടായാലും ശരി, ആര് ചെയ്താലും എവിടുന്ന് കൈമാറി കിട്ടിയാലും ആര് പഠിപ്പിച്ചാലും ശരി, അതൊന്നും ദീനാവുകയില്ല. ദീനാവണോ സനദ് വേണം. ദീനാവണോ അള്ളാഹു പഠിപ്പിക്കണം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണം. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒന്നാണോ അത് ദീനാവുകയില്ല, ആര് ചെയ്താലും ശരി. അതുകൊണ്ട് ഏത് വിഷയത്തിലും വിശ്വാസത്തിലാണെങ്കിലും ആചാരങ്ങളിലാണെങ്കിലും കർമ്മങ്ങളിലാണെങ്കിലും അനുഷ്ഠാനങ്ങളിലാണെങ്കിലും സംസ്കാരങ്ങളിലാണെങ്കിലും ഏതേത് മേഖലയിലും ദീനിന്റെ ഭാഗമായി എന്തെല്ലാം ചെയ്യുന്നുവോ അവിടെയെല്ലാം എന്താണ് പ്രമാണം മുന്നോട്ട് വെക്കുന്നത്, എന്താ ഖുർആനിലുള്ളത്, എന്താ ഹദീസിലുള്ളത്, എന്താ സുന്നത്തിലുള്ളത്, എന്താ ജമാഅത്തിലുള്ളത്, എന്താ ശരിയായ ദീനിന്റെ നയം എന്ന് അന്വേഷിക്കാൻ, ചോദിച്ചറിയാൻ, പഠിക്കാൻ സന്നദ്ധമായി അത് ജീവിതത്തിൽ പകർത്തുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.